ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 83-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ്രൗപദി കൃഷ്ണപത്നീനാം സമാഗമ. നമ്മൾ രാവിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം വെച്ച് കട്ടായിപ്പോയി. പിന്നീടൊരു 2 മണിക്കൂർ നേരത്തേക്ക് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫേസ്ബുക്കിൽ നമുക്ക് പ്രവേശിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം ട്രൈ ചെയ്തു, കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെ ഒരു അബ്രപ്റ്റായിട്ട് നിർത്തിയിരിക്കുകയാണ്. സാരമില്ല. പലരും അതിനുശേഷം വിളിച്ചു, അതിനുശേഷം ക്ലാസ് എടുത്തുവോ, അതിൻ്റെ ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ല, എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ തുടർച്ച നമുക്ക് ഇപ്പം തുടരാം. അതങ്ങനെ തന്നെ നിൽക്കട്ടെ, അതിനൊരു നിവൃത്തിയില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 83-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഇന്ന് രാവിലെ എടുത്ത ഭാഗം തുടങ്ങി വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 83-തമോऽധ്യായഃ. കാളിന്ദ്യുവാച തപശ്ചരന്തീമാജ്ഞായ സ്വപാദസ്പർശനാശയ സഖ്യോപേത്യാഗ്രഹീത് പാണിം യോഹം തദ്ഗൃഹമാർജനീ. മിത്രവിന്ദോവാച യോ മാം സ്വയംവരഗുപേത്യ വിജിത്യ ഭൂപാൻ നിന്യേശ്വയൂദകം ഇവാത്മബലിം ദ്വിപാരിഃ ഭ്രാതൃംശ്ച മേ അപകുരുത സ്വപുരം ശ്രിയൗഗഃ തസ്യാസ്തു മേ അനുഭവം അംഗ്ര്യവനേ ജനത്വം. സത്യോവാച സപ്തോക്ഷണോതിബലവീര്യസുതീക്ഷ്ണശൃംഗാൻ പിത്രാകൃതാൻ ക്ഷിതിപവീര്യപരീക്ഷണായ താൻ വീരദുർമദഹനഃ തരസാ നിഗൃഹ്യ ക്രീഡൻ ബബന്ധഃ യഥാ ശിശവോജതോകാൻ. യയിത്തം വീര്യശുൽകാം മാം ദാസീഭിശ്ചതുരംഗിണീം പതിനിർജിത്യ രാജന്യാൻ നിന്യേ തദ്ദാസ്യമസ്തു മേ. ഭദ്രോവാച പിതാ മേ മാതുലേയായ സ്വയമാഹൂയ ദത്തവാൻ കൃഷ്ണേ കൃഷ്ണായ തച്ചിത്താം അക്ഷൗഹിണ്യാ സഖീജനൈഃ. അസ്യ മേ പാദസംസ്പർശോ ഭവേത് ജന്മനി ജന്മനി കർമ്മഭിർഭ്രാമ്യമാണായാഃ യേന തശ്രേയ ആത്മനഃ. ലക്ഷ്മണോവാച മമാഭിരാജ്ഞ്യച്യുത ജന്മ കർമ്മ ശ്രുത്വാ മുഹുർ നാരദഗീതമാസഃ. ചിത്തം മുകുന്ദേ കില പദ്മഹസ്തയാവൃത സുസംഹൃശ്യ വിഹായ ലോകപാൻ. ജ്ഞാത്വാ മമ മതം സാധ്വി പിതാ ദുഹിതൃവത്സലഃ ബൃഹൽസേന ഇതി ഖ്യാതഃ തത്രോപായമചീകരത്. യഥാ സ്വയംവരേ രാജ്ഞി മത്സ്യഃ പാർത്ഥേപ്സയാ കൃതഃ അയം തോ ബഹിരാച്ഛന്നോ ദൃശ്യത്തെ സജലേ പരം. ശ്രുത്വൈതത് സർവതോ ഭൂപാഃ ആയയുർമത്പിതുഃ പുരം. സർവാസ്ത്രശസ്ത്രതത്വജ്ഞാഃ സോപാധ്യായാ സഹസ്രശഃ.
പിത്രാ സംപൂജിതാ സർവേ യഥാ വീര്യം യഥാ വയഃ ആദദുസ്സശരം ചാപം വേദ്ധും പർഷതി മദ്ധിയഃ ആദായ വ്യസൃജൻ കേചിത് സജ്ജം കർത്തുമനീശ്വരാഃ ആകോടിജ്യാം സമുൽകൃഷ്യ പേതുരേകേ യമുനാഹതാഃ സജ്ജം കൃത്വാ പരേ വീരാഃ മാഗതാംബഷ്ടചേദിഭാഃ ഭീമോ ദുര്യോധനകർണോ നാവിന്ദൻ തദവസ്ഥിതിം മത്സ്യാഭാസം ജലേ വീക്ഷ്യ ജ്ഞാത്വാ ച തദവസ്ഥിതിം പാർത്ഥോ യത്വസൃജദ്ബാണം നാച്ചിനത്പസ്പൃശേ പരം രാജന്യേഷു നിവൃത്തേഷു ഭഗ്നമാനേഷു മാനിഷു ഭഗവാൻ ധനുരാഗായ സജ്യം കൃത്വാ ഖലീലയാം തസ്മിൻ സന്ധായ വിശിഖം മത്സ്യം വീക്ഷ്യ സകൃജ്ജലേ ചിത്വേഷുണ അപാദയത്തം സൂര്യേ ചാഭിജിതി സ്ഥിതേ ദിവി ദുന്ദുഭയോ നേതുഃ ജയശബ്ദയുതാ ഭുവി ദേവാശ്ച കുസുമാസാരാന്മുമുചുർഹർഷവിഹ്വലാഃ തദ്രംഗമാവിശമഹം കളനൂപുരാഭ്യാം പദ്ഭ്യാം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ സവ്രീഡഹാസവദനാ കബരീധൃതസ്രഗ് ഉന്നീയ വക്ത്രമുരുകുന്തള കുണ്ടലത്തിഡ്ഗണ്ഡസ്ഥലം ശിശിരഹാസകടാക്ഷമോക്ഷൈഃ രാജ്ഞോ നിരീക്ഷ്യ പരിദഹശനകൈർമുരാരേഃ അംസേനുരക്തഹൃദയാ നിദധേ സ്വമാലാം താവൻ മൃദംഗപടഹാഃ ശംഖഭേര്യാനഗാദയഃ നിനേതുർനടനർത്തക്യോ നമൃദുർഗായകാ ജഗുഃ ഏവം മൃതേ ഭഗവതി മയേശേ നൃപയൂതപാഃ ന സേഹിരേ യാജ്ഞസേനീ സ്പർദ്ധന്തോ ഹൃച്ഛയാതുരാഃ മാം താവത് രഥമാരോപ്യ ഹയരത്നചതുഷ്ടയം ശാർംഗമുദ്യമ്യ സന്നദ്ധഃ തസ്ഥൗ ആജൗ ചതുർഭുജഃ ദാരുകശ്ചോദയാമാസ കാഞ്ചനോപസ്കരം രഥം മിഷതാം ഭൂഭുജാം രാജ്ഞി മൃഗാണാം മൃഗരാടിവ തേന്വസജ്ജന്തരാജന്യാ നിഷേദ്ദും പതികേചന സംയക്താ ഉദ്ധൃതേശ്വാസാഃ ഗ്രാമസിംഹായദാഹരിം തേശാർഗച്യുതബാണൗകൈഃ കൃത്തബാഹ്വംഗ്രിഗന്ധരാഃ നിപേതുഃ പ്രധനേ കേചിത് ഏകേ സന്ത്യജ്യ ദുദ്രുവുഃ തതഃ പുരീം യദുപതിരത്യലങ്കൃതാം രവിച്ഛതധ്വജപടചിത്രതോരണാം കുശസ്ഥലീം ദിവി ഭുവി ഛാഭിസംസ്കൃതാം സംസ്തുതാം സമാവിശത്തരണിരിവ സ്വകേതനം പിതാ മേ പൂജയാമാസ സുഹൃൽ സംബന്ധി ബാന്ധവാൻ മഹാർഘവാസോലങ്കാരൈഃ ശയ്യാസന പരിച്ഛദൈഃ ദാസീഭിഃ സർവസമ്പദ്ഭിഃ ബഡേ ഭരതവാജിഭിഃ ആയുധാനി മഹാർഘാണി ദദൗ പൂർണ്ണസ്യ ഭക്തിദഃ ആത്മാ രാമസ്യ തസ്യേമാ വയം വൈ ഗൃഹദാസികാഃ സർവസംഗനിവൃത്യാബ്ധാ തപസാ ച ബഭൂവിമാം महिष्यः ऊजुः भौमं निहत्य सगणं युदितेन रुद्धाः ज्ञात्वादनः क्षितिजये जितराजगन्याः निर्मुच्य संसृति विमोक्षमनुस्मरन्तीः पादाम्बुजं परिणिनाय आप्तकामः न वयं साध्वि साम्राज्यं स्वराज्यं भौज्यमप्युताम् वैराज्यं पारमेष्ट्यं च आनन्द्यं वा हरेः पदम् कामयामः एतस्य श्रीमत्पादरजश्रियः कुजकुङ्कुमगन्धाढ्यं मूर्ध्ना वोढुं गदावृतः व्रजस्त्रियो यद्वाञ्छन्ति पुलिन्द्यस्तृणवीरुदः गावश्चारयतो गोपाः पादस्पर्शं महात्मनः हरि ओम इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे उत्तरार्धे 83तमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഇപ്പോൾ രാവിലത്തെ ക്ലാസ് മൊബൈൽ അല്ലെങ്കിൽ ഇതിൻ്റെ റേഞ്ച് കുറഞ്ഞു പോയി. നെറ്റ്വർക്ക് റേഞ്ച് ഇല്ലാതായി, തീരെ ഇല്ലാതായി. അതുകൊണ്ട് ബ്രേക്കായിപ്പോയി. പിന്നീട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് റേഞ്ച് വന്നത്. എപ്പോഴാണ് വന്നതെന്നറിയില്ല. 2 മണിക്കൂറോളം ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പം എന്തായാലും എവിടെ നിർത്തിയോ അവിടുന്ന് നമ്മൾ തുടരുന്നു എന്ന് കരുതിയാൽ മതി. ഇപ്പം നമ്മൾ രാവിലെ കണ്ടുകൊണ്ടിരുന്നത് ദ്രൗപദിയും കൃഷ്ണപത്നിമാരുമായിട്ടുള്ള ആ സമാഗമത്തിൽ ഓരോ പത്നിമാരും, കൃഷ്ണന്റെ പത്നിമാരും എങ്ങനെയാണ് ഭഗവാൻ അവരെ വന്ന് വിവാഹം കഴിച്ചത്, അവർ ഭഗവാനെ എങ്ങനെയാണ് കാണുന്നത്, എല്ലാവരും എടുത്തെടുത്ത് പറയുന്നു. ഭഗവാന്റെ ദാസി ആയി ഭവിച്ചാൽ മതി അല്ലേ. തത് ശ്രീനികേത ചരണോസ്തു മമാർച്ചനായ എന്ന് രുക്മിണിയും അഹമമുഷ്യ ദാസി എന്ന ജാമ്പവതിയും യോഹം തദ്ഗൃഹമാർജനി എന്ന കാളിന്തിയും തസ്യാസ്തുമേ അനുഭവം അംഗ്ര്യവനേജനത്വം എന്ന മിത്രവിന്ദയും തദ്ദാസ്യമസ്തുമേ എന്ന് സത്യയും അസ്യമേ പാദസംസ്പർശോ ഭവേ ജന്മനി ജന്മനി എന്ന് ഭദ്രയും അങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിച്ചു. വൈഫൈ ഒന്നും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് മൊബൈലിൻ്റെ നെറ്റ്വർക്കാണ്. ഇതുവരയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇത്രയും ക്ലാസ്സുകളൊക്കെ എടുത്തില്ലേ. ഇനിയും അങ്ങനെയൊക്കെ പോകുന്നു വിചാരിക്കുക. വൈഫൈ വേണ്ടി വന്നാൽ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഭഗവാൻ അവരെ എങ്ങനെയാണ് വിവാഹം കഴിച്ചത്, അവർ ഭഗവാനെ ദാസിമാരായി സേവിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നെടുത്തെടുത്ത് പറഞ്ഞു. പിന്നീട് ലക്ഷ്മണയുടെ വിവാഹം വിസ്തരിച്ച് പറയാൻ തുടങ്ങി. ഹേ രാജ്ഞി, ഞാനും ആ അച്യുതന്റെ ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും വീണ്ടും വീണ്ടും നാരദഗീതം ശ്രുത്വ, നാരദനിൽ നിന്ന് കേട്ടിട്ട് എൻ്റെ മനസ്സ്, എൻ്റെ ചിത്തം മുകുന്ദേ ആസ, മുകുന്ദനിൽ ആയിപ്പോയി, ഉറച്ചുപോയി. കാരണം ആ മുകുന്ദനെക്കുറിച്ച് ഞാൻ വിചാരം ചെയ്തപ്പോൾ സാക്ഷാൽ പത്മഹസ്തയായ ലക്ഷ്മീദേവി പോലും മറ്റ് ലോകപാലകന്മാരെ വെടിഞ്ഞ് ഏതൊരുവനെയാണോ വരിച്ചത് അതേ ഭഗവാനെ തന്നെ ഞാനും ഭരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ എൻ്റെ മനസ്സറിഞ്ഞ ആ ഭഗവാൻ, എൻ്റെ മനസ്സറിഞ്ഞതായിട്ടുള്ള എൻ്റെ അച്ഛൻ ബൃഹൽസേനൻ മകളോടുള്ള വാത്സല്യം കൊണ്ട് എങ്ങനെ ഭഗവാനോട് മകളെ ചേർത്ത് വയ്ക്കും എന്ന് ചിന്തിച്ചൊരു ഉപായം ചെയ്തു. എപ്രകാരമാണോ ഹേ രാജ്ഞി ദേവിയുടെ വിവാഹത്തിൽ ആ ദ്രുപദ രാജാവ് അർജുനനെ തന്നെ കിട്ടാൻ വേണ്ടി പാർത്ഥേപ്സയ മത്സ്യ കൃത, ഒരു യന്ത്രത്തിൽ കറങ്ങുന്ന മത്സ്യത്തെ പ്രതിഷ്ഠിച്ചുവല്ലോ, എന്നിട്ട് അതിലേക്ക് അമ്പെയ്ത് വീഴ്ത്തുന്നവർക്കാണല്ലോ മകളെ കൊടുക്കുക എന്ന് നിശ്ചയിച്ചിരുന്നുവല്ലോ. അതേപോലെ എന്നാൽ ഇവിടെ ഇത്തിരി കൂടി വ്യത്യാസമുണ്ട്. അയം തു ബഹിരാച്ചന്നോ ദൃശ്യതേ സ ജലേ പരം. ഇതാകട്ടെ അയം തു ബഹിരാച്ചന്ന,
പുറത്തുനിന്ന് നോക്കിയാലൊന്നും ഈ മത്സ്യത്തെ കാണില്ല. താഴെയുള്ള ജലാശയത്തിൽ അതിന്റെ നിഴൽ മാത്രം കാണും. അപ്പൊ താഴേക്ക് നിഴലിലേക്ക് നോക്കിയിട്ട് വേണം മുകളിലിരിക്കുന്ന കറങ്ങുന്ന യന്ത്രത്തിലെ മത്സ്യത്തെ ഭേദിക്കാനായിക്കൊണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് എല്ലാ ദിക്കുകളിൽ നിന്നും രാജാക്കന്മാർ എൻ്റെ പിതാവിന്റെ പുറത്തേക്ക് വന്നു. എല്ലാവരും ആയുധ വിദ്യകളിലൊക്കെ തത്വജ്ഞന്മാരാണ്. അവര് ആയിരക്കണക്കിന് അവരവരുടെ ഗുരുക്കന്മാരുമായിട്ട് ഉപാധ്യായന്മാരുമായിട്ടാണ് വന്നു ചേർന്നത്. വന്നവരെയൊക്കെ അവരവരുടെ വീര്യത്തിനും വയസ്സിനും അനുസരിച്ച് എൻ്റെ പിതാവിനാൽ പൂജിക്കപ്പെട്ടു, സൽക്കരിക്കപ്പെട്ടു. അവര് മദ്ധിയ എന്നിൽ മനസ്സ് വെച്ചവരായിട്ട് പർഷതി വേദും ആ സഭയിൽ വെച്ച് ലക്ഷ്യത്തെ വേദിക്കുവാനായിക്കൊണ്ട് സശരം ചാപം ആദതുഹു, ശരത്തോടുകൂടിയ ചാപത്തെ ഓരോരുത്തരും എടുത്തു. ഇതുവരെ വിസ്തരിച്ച് പറഞ്ഞു നമ്മൾ. അത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കട്ടായി പോയത്. ആദായ വ്യസൃജൻ കേചിത് സജ്ജം കർത്തുമനീശ്വരാഃ ആകോഷ്ടം ജ്യാം സമുൽകൃഷ്യ പേതുരേകേ അമുനാഹദാഃ. ആദായ വ്യസൃജൻ കേചിത് സജ്ജം കർത്തും അനീശ്വരാഃ ആകോഷ്ടം ജ്യാം സമുൽകൃഷ്യ പേതുരേകേ അമുനാഹദാഃ. ചിലര് കേചിത് ആദായ വില്ലെടുത്തിട്ട് സജ്യം കർത്തും അനീശ്വരാഃ ആ ഇജ്ജയെ അഥവാ ഞാണിനെ വലിച്ചു കെട്ടുവാനായിക്കൊണ്ട് ആ വില്ല് ആ ഞാണോടുകൂടിയതാക്കി ചേർക്കാൻ വേണ്ടിയിട്ട് അനീശ്വരന്മാരായി, ശക്തരായില്ല. എന്നിട്ടോ വ്യസൃജൻ അവര് പണിമതിയാക്കി പോയി, അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിരാശരായി പോയി. ഏകേ വേറെ ചിലര് ജ്യാമാകോഷ്ഠം സമുൽകൃഷ്യ അവരെന്താണ്, ചിലര് ഞാൻ വലിച്ചു കെട്ടിയിട്ട് വില്ലെടുത്ത് അതിനെ വലിച്ച് ആകോഷ്ടം എന്നല്ല, വില്ലിന്റെ അറ്റം വരെയൊക്കെ വലിച്ച് ബന്ധിക്കാനായിക്കൊണ്ട് പുറപ്പെട്ടു. ഞാൻ വലിച്ചു. ആകോഷ്ടം സമുൽകൃഷ്യ ഞാനിനെ വലിച്ച് എത്തണ്ടേ, അറ്റം എത്തണ്ടേ അല്ലെ? വില്ല് വളഞ്ഞാലേ അറ്റത്തെത്താൻ പറ്റുള്ളൂ. ഞാൻ നീളം കുറവായിരിക്കും, വില്ലിനായിരിക്കും നീളം കൂടുതൽ. വില്ല് അതിന്റെ എന്താ പറയുക, മെറ്റാലിക് മെറ്റീരിയൽ, അതിന് വലിപ്പം കൂടുതലാണ്. ദണ്ടിന് വലിപ്പം കൂടുതലും അതിനെ കെട്ടുന്ന കയറിന് ഞാണിന് വലിപ്പം കുറവും വേണം, എന്നാലേ അത് വളയുള്ളൂ. അപ്പോൾ ഡയറക്റ്റായിട്ട് അതിനെ വലിച്ചു. ആ കോഷ്ടം സമുത്കൃഷ്യ അതിന്റെ കോഷ്ടം വരെ വലിച്ചിട്ട്, എന്നാൽ കെട്ടാൻ പറ്റിയില്ല. അമുനാ ഹതാഹ ഏകേ പേതുഹു വളയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള സമയത്ത് വില്ല് തിരിച്ചടിക്കും. ആ കോടി ജ്യാം, ആ കോടി ആ കോഷ്ടം രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. കോടി എന്ന് പറഞ്ഞാൽ വില്ലിന്റെ അഗ്രം, ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ വില്ലിന്റെ അഗ്രമാണ് അല്ലെ? നമുക്ക് രാമേശ്വരത്തിനടുത്തൊരു സ്ഥലമുണ്ട്, ആ കോടി അല്ല സോറി ധനുഷ്കോടി, രാമന്റെ വില്ല് ഊന്നിയ സ്ഥലമാണിത്. രാമൻ വില്ല് ഉറപ്പിച്ചതായിട്ടുള്ള സ്ഥലമാണ് ധനുഷ്കോടി. അപ്പൊ ആ കോടി, ആ കോഷ്ടം, ആ കോടി എല്ലാം അർത്ഥം ഒന്ന് തന്നെയായിട്ട് എടുക്കാം. കോടി എന്ന് പറഞ്ഞാൽ അഗ്രം എന്നാണ്, വില്ലിന്റെ അഗ്രം. അപ്പൊ വില്ലിന്റെ അറ്റം വരെ വലിച്ചു, പക്ഷെ കെട്ടാൻ സാധിച്ചില്ല. എന്താ കാരണം? ഇതിന്റെ റിഫ്ലക്സ്, വില്ല് അതിന്റെ ആ ആക്ഷൻ, സ്പ്രിംഗ് ആക്ഷൻ കൊണ്ട് ഇവരുടെ ശക്തിക്ക് അതീതമായിട്ട് ഇവർക്ക് അതിനെ വളച്ച് കുറെ നേരം പിടിച്ചു കെട്ടാൻ കഴിയാത്തത് കൊണ്ട് അത് തിരിച്ചടിച്ചു. അതിന്റെ റിഫ്ലക്സ് കൊണ്ട് അമുന ഹതാഹ ആ വില്ലിനാൽ ഹനിക്കപ്പെട്ടവരായിട്ട് ആ പേതുഹു പതിച്ചു എന്നർത്ഥം. അപ്പൊ പലരും വില്ലിന്റെ അടി കൊണ്ട് വീണു, പരിക്കേറ്റിട്ടൊക്കെ പോയി എന്നർത്ഥമാണ്. അപ്പൊ പലർക്കും
ഞാൻ വലിച്ച് കെട്ടാൻ ശ്രമിച്ചിട്ട് സാധിക്കാതെ വില്ല് തിരിച്ചടിച്ച് വീണ് പരിക്കേറ്റവരായിട്ട് പോയി എന്ന് താർത്ഥം. പേതുരേഖേ അമുനാ ഹതാഹ. അപ്പൊ ശക്തി താങ്ങാൻ പറ്റാതെ അവര് പരാജയപ്പെട്ടു. വേറെ ചിലര് ഞാൻ വലിച്ചു കെട്ടുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ പറയണു, സജ്ജം കൃത്വാ പരേ വീരാഹ മാഗതാംബഷ്ടചേതിപാഹ ഭീമോ ദുര്യോധന കർണോ നാവിന്ദൻ തദവസ്ഥിതിം. സജ്യം കൃത്വാ പരേ വീരാഹ മാഗതാംബഷ്ടചേതിപാഹ ഭീമോ ദുര്യോധന കർണോ നാവിന്ദൻ തദവസ്ഥിതിം. അപ്പോ പരേ വീരാഹ, വേറെ ചില വീരന്മാര് സജ്യം കൃത്വാ, ആ വില്ലിനെ ഞാണോടുകൂടി ബന്ധിച്ചു, സജ്യമാക്കി ചെയ്തു, ജ്യായോടുകൂടി ബന്ധിച്ചു. അതുകൊണ്ട് അവര് ജയിച്ചുവോ? ഇല്ല. വില്ല് ഞാൻ വലിച്ചു കെട്ടുക എന്നുള്ളത് ആദ്യത്തെ പടി. 1ാം ക്ലാസ് പാസ്സായി അവര്. ആരൊക്കെയാണ് അവര്? മാഗധ, അംബഷ്ട, ചേതിപാഹ, ഭീമഹ, ദുര്യോധന, കർണ. എല്ലാരും പ്രഗത്ഭരാ അല്ലേ? ഭീമനുണ്ട്. പാഞ്ചാലിക്കിട്ടൊരു അടിയാണത്. ഭീമനും ഉണ്ട്, ഏട്ടനുണ്ട്. അർജുനന്റെ കൂടെ ഏട്ടനും വന്നിട്ടുണ്ട്, ശക്തനായിട്ടുള്ള ഭീമൻ. അപ്പൊ ഭീമൻ ഒരു കൈ പയറ്റി നോക്കിയിട്ടുണ്ട് ഇവിടെ. ദുര്യോധനൻ മറ്റൊരു അർദ്ധ സഹോദരൻ അല്ലേ? പാണ്ഡവന്മാരുടെ അർദ്ധ സഹോദരനായിട്ടുള്ള ദുര്യോധനൻ മഹാശക്തനാണ്, അയാളുണ്ട്. കർണൻ വില്ലാളി വീരൻ, ലോകൈക ധനുർധരൻ അല്ലേ? അങ്ങനെയുള്ള കർണനുണ്ട്. മാഗധൻ ജരാസന്ധനാണ്. അംബഷ്ഠൻ എന്നുള്ളതായിട്ടുള്ള ഒരു രാജാവ്. ചേതിപൻ എന്ന് പറഞ്ഞാൽ ശിശുപാലൻ. അപ്പൊ ഇങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ വന്ന് ഞാൻ വലിച്ചു കെട്ടുകയൊക്കെ ചെയ്തു. അവര് ലക്ഷ്യത്തെ ഭേദിക്കാൻ ശ്രമിച്ചിട്ട് തദവസ്ഥിതിം ന അവിന്ദൻ. ന അവിന്ദൻ എന്ന് പറഞ്ഞാല് അറിഞ്ഞില്ല. തദവസ്ഥിതി, ഏതിന്റെ? ആ മത്സ്യത്തിന്റെ അവസ്ഥിതിയെ, ലക്ഷ്യം എവിടെയായിരിക്കണത് എന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ വെള്ളത്തിൽ നോക്കിയിട്ട് ലക്ഷ്യത്തിലേക്ക് ഭേദിക്കണം. അപ്പോ അസ്ത്രം എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും, ലക്ഷ്യത്തിലേക്ക് പോയിട്ടില്ല. അപ്പൊ വേണ്ട പോലെ ആ ലക്ഷ്യത്തെ ഭേദിക്കാൻ, ലക്ഷ്യത്തിന്റെ അടുത്തുകൂടെ പോകാൻ പോലും ഇവർക്കൊന്നും സാധിച്ചില്ല എന്ന് താല്പര്യം. എവിടെയാണ് ഇരിക്കണ ഈ മുതല്? മറഞ്ഞിരിക്കുന്ന മത്സ്യമാണ്. അപ്പൊ ആ മുതലിനെ കണ്ടുപിടിക്കാനായിട്ട് ഇവർക്ക് അമ്പുകളെ കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിക്കൊണ്ട് സാധിച്ചില്ല. തദവസ്ഥിതിം ന അവിന്ദൻ. അപ്പൊ അവരും പരാജയപ്പെട്ടു. പിന്നെ വേറൊരാള് വന്നു. ആരാണ്? പാർത്ഥ. അത് സാക്ഷാൽ അർജുനൻ, വില്ലാളി വീരൻ. അതിനെക്കുറിച്ച് പറയുന്നു. മത്സ്യാഭാസം ജലേ വീക്ഷ്യ ജ്ഞാത്വാ ച തദവസ്ഥിതിം പാർത്ഥോ യത്വാ സൃജത് ബാണം നാച്ചിനത് പസ്പൃശേ പരം. മത്സ്യാഭാസം ജലേ വീക്ഷ്യ ജ്ഞാത്വാ ച തദവസ്ഥിതിം പാർത്ഥോ യത്വാ സൃജത് ബാണം നാച്ചിനത് പസ്പൃശേ പരം. ജലേ മത്സ്യാഭാസം വീക്ഷ്യ, ജലാശയത്തിലുള്ള മത്സ്യത്തിന്റെ ആഭാസം അഥവാ നിഴലിനെ നോക്കിയിട്ട് തദവസ്ഥിതിം ജ്ഞാത്വാപി, അതിന്റെ അവസ്ഥിതി അതെവിടെയാണ് ഇരിക്കണത്, എങ്ങനെയാണ് മറഞ്ഞിരിക്കണത് എന്നൊക്കെ അറിഞ്ഞിട്ടും, അതറിയാൻ കഴിഞ്ഞു ആർക്ക്? അർജുനന്. മറ്റവർക്കൊന്നും അതൊന്നും ഒരു എത്തും പിടിയും കിട്ടിയില്ല, അതിന്റെ അടുത്തുകൂടെ ഒന്നും പോയില്ല. പക്ഷെ അർജുനന് വെള്ളത്തിൽ നോക്കിയിട്ട് തന്റെ ലക്ഷ്യം എവിടെയായിരിക്കണമെന്ന് കണ്ടുപിടിച്ചു. ജ്ഞാത്വാ തദവസ്ഥിതിം ജ്ഞാത്വാപി പാർത്ഥഃ. മധ്യമ പാണ്ഡവനായ അർജുനൻ യത്നം ചെയ്യുന്നവനായിട്ട്, പ്രയത്നം ചെയ്യുന്നവനായിട്ട് ബാണം അസൃജത്, ബാണത്തെ വിസർജിച്ചു, ബാണത്തെ പ്രയോഗിച്ചു. ആ ബാണം പ്രയോഗിച്ചപ്പോഴോ ന അച്ഛിനത്, അതിനെ ഛേദിച്ചില്ല. പരം പസ്പൃശേ, എന്നാൽ ബാണം ലക്ഷ്യത്തിന്റെ അടുത്ത് സ്പർശിച്ചു, അടുത്തുകൂടെ പോയി. പക്ഷെ ലക്ഷ്യത്തിലേക്ക് ഛേദിക്കാൻ പറ്റിയില്ല. ഒന്ന് തൊട്ടില്ല എന്ന് പറഞ്ഞു പോയി. അപ്പൊ ലോകൈക ധനുർധരനായിട്ടുള്ള അർജുനനും പരാജയപ്പെട്ടു. ഭീമസേനും ദുര്യോധനും കർണനും ഒക്കെ നേരത്തെ തന്നെ പരാജയപ്പെട്ടു അല്ലേ?
ഇവരുമൊക്കെ വില്ലാളി വീരന്മാരും സഹോദരന്മാരുമാണ് പാഞ്ചാലിക്ക്. കർണനും അല്ലേ ഒരു ജ്യേഷ്ഠനാണ്, അറിയില്ലെങ്കിലും. അപ്പൊ ഇവരൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെ ഹേ ദ്രൗപദി, നീ വലിയ വലിയ വീരന്മാരാണ്, ക്ഷത്രിയന്മാരാണെന്നൊക്കെ കരുതിയിരിക്കുന്ന ആളുകളും അതിൽ വെച്ച് ഏറ്റവും പ്രമുഖനായിട്ടുള്ള അർജുനനും പരാജയപ്പെട്ടു കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടാവോ ഏതെങ്കിലും ഭാര്യമാർക്ക്? അല്ലേ, എത്ര അഭിമാനത്തോടു കൂടി ഇരുന്നതാണ്. സ്ത്രീകൾക്ക് സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീ ചെറുതാക്കുന്നത് ഇഷ്ടമാവുമോ? ഒരിക്കലും ഇഷ്ടമാവില്ല, സഹിക്കില്ല. എന്തായാലും ഇതാണ് സത്യം. എന്നിട്ട് എന്തുണ്ടായി? രാജന്യേഷു നിവൃത്തേഷു ഭഗ്നമാനേഷു മാനിഷു ഭഗവാൻ ധനുരാഗായ സജ്യം കൃത്വാ ധലീലയാം തസ്മിൻ സന്ധായ വിശിഖം മത്സ്യം വീക്ഷ്യ സകൃജ്ജലേ ചിത്വേഷുണാപായത് അപാദയത്തം സൂര്യേ ചാഭിജിതി സ്ഥിതേ. കാര്യം കഴിഞ്ഞു. രാജന്യേഷു നിവൃത്തേഷു ഭഗ്നമാനേഷു മാനിഷു ഭഗവാൻ ധനുരാദായ സജ്യം കൃത്വാ ധലീലയാ തസ്മിൻ സന്ധായ വിശിഖം മത്സ്യം വീക്ഷ്യ സകൃജ്ജലേ ചിത്വേഷുണാപാദയത്തം സൂര്യേ ചാഭിജിതി സ്ഥിതേ. അപ്പോ രാജന്യേഷു നിവൃത്തേഷു മാനിഷു ഭഗ്നമാനേഷു, രാജാക്കന്മാരെല്ലാം നിരാശരായി പരാജയപ്പെട്ട് നിവൃത്തരായി. അങ്ങനെ രാജന്യേഷു നിവൃത്തേഷു സത്സു, രാജാക്കന്മാർ നിവൃത്തരായപ്പോൾ മാനിഷു ഭഗ്നമാനേഷു, വലിയ വലിയ അഭിമാനികളായിട്ടുള്ളവരെല്ലാം അവരുടെ മാനം വഞ്ചിക്കപ്പെട്ടവരായി, തകർക്കപ്പെട്ട അഭിമാനത്തോടു കൂടിയവരായി, നാണം കെട്ടവരായി എന്ന് പറയാം. ഇപ്പൊ ഭീമ, ദുര്യോധന, കർണ, അർജുനന്മാരൊക്കെ വലിയ മാനികളാണ്. മാഗധാദികളൊക്കെ, ചേതിപൻ മുതലായവരൊക്കെ ശക്തന്മാരാണ്, വലിയ അഭിമാനികളായിട്ട് രാജാക്കന്മാരാണ്. അവരൊക്കെ പരാജയപ്പെട്ട് അവരുടെ മാനം പോയി. മാനിഷു ഭഗ്നമാനേഷു, അവരുടെ അഹങ്കാരമെല്ലാം ശമിച്ച് അവരെല്ലാം മടങ്ങി. ആ സമയത്ത് ഭഗവാൻ അവിടെ എത്തി. വരേണ്ട ആള് വന്നു. ആ ഭഗവാൻ എന്ത് ചെയ്തു? ആ ധനുഹു ആദായ ലീലയാ സജ്യം കൃത്വാ, ഭഗവാൻ ധനുസിനെ എടുത്തിട്ട് പുഷ്പം പോലെ എടുത്തിട്ട് ലീലയാ സജ്യം കൃത്വ, മറ്റുള്ളവരൊക്കെ പെടാ പാടുപെട്ട് ഞാൻ വലിച്ചു കെട്ടാൻ ശ്രമിച്ചപ്പോ ഭഗവാൻ വല്ല കുട്ടിക്കളിയായിട്ട് നിസാരമായിട്ട് ആ ഞാൻ വലിച്ചു കെട്ടി. ലീലയാ സജ്യം കൃത്വ. ഭഗവാൻ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ആ വില്ല് പൊട്ടിപ്പോവും, പിന്നെ ലക്ഷ്യം ഭേദിക്കാൻ പറ്റില്ല, വേറെ വില്ല് കൊണ്ടുവരേണ്ടി വരും അല്ലേ. അപ്പൊ എന്തായാലും ഭഗവാൻ അവിടെ പൊട്ടിക്കാൻ ഉദ്ദേശിച്ചില്ല, ലക്ഷ്യം ഭേദിക്കാനാണ്. അതുകൊണ്ട് തന്നെ അധികം ബലം പിടിക്കാതെ നിസാരമായിട്ട് ഞാൻ വലിച്ചു കെട്ടി. എന്നിട്ട് സജ്യം കൃത്വ, അതവിടെ എന്താ പറയുക, പകുതിയിൽ നിൽക്കുകയാണ്, സെന്റൻസ് പൂർത്തിയായില്ല. അതുകൊണ്ട് അടുത്ത ശ്ലോകം കൂടി ഒന്നിച്ച് വായിച്ച് അന്വയിക്കണം. സജ്യം കൃത്വ എന്നിട്ട് എന്ന ചോദ്യം വരും. അപ്പോ തസ്മിൻ സന്ധായ വിശിഖം മത്സ്യം വീക്ഷ്യ സകൃജ്ജലേ ചിത്വാ ഇഷുണാ അപാദയത് തം. ഭഗവാൻ എന്ത് ചെയ്തു? തസ്മിൻ വിശിഖം സന്ധായ, തസ്മിൻ ധനുഷി, ആ വില്ലിൽ, ആ ധനുസിൽ, വിശിഖം എന്ന് പറഞ്ഞാൽ അസ്ത്രം, അമ്പ്, അമ്പിനെ സന്ധായ ചേർത്ത് വെച്ചിട്ട് സകൃത് ജലേ മത്സ്യം വീക്ഷ്യ, സകൃത് ഒരു പ്രാവശ്യം ഒന്നിങ്ങനെ ഒരു നോട്ടം നോക്കി എവിടേക്കാ വെള്ളത്തിലേക്ക്, ആ ജലത്തിലുള്ള മത്സ്യത്തെ നോക്കി. ഒറ്റ പ്രാവശ്യമേ നോക്കിയുള്ളൂ, അധിക പ്രാവശ്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഭഗവാന്. അങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ, അല്ലാതെ കുറെ നേരം ഉന്നം പിടിക്കാനും അതിന്റെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കാനും ഈ മുകളിൽ കറങ്ങുന്നതായിട്ടുള്ള മത്സ്യത്തിന്റെ ചലനത്തിനനുസരിച്ച് കണ്ണ് ഓടിക്കാനോ ഒന്നുമില്ല. വളരെ നിസ്സാരമായിട്ട് ഒരു പ്രാവശ്യം നോക്കി ഇഷുണാ ചിത്വാ, അമ്പ് കൊണ്ട് അതിനെ ഛേദിച്ച് തം അപാദയത് തം മത്സ്യം
അപാതയത്, ആ മത്സ്യത്തെ പതിപ്പിച്ചു, വീഴ്ത്തിയിട്ടു, അമ്പെയ്ത് ഭേദിച്ച് വീഴ്ത്തി. എപ്പോഴാണതുണ്ടായത് എന്ന് പറയണ സൂര്യേച്ച അഭിജിതി സ്ഥിതേ. ആ സമയത്ത് സൂര്യൻ അഭിജിതി സ്ഥിതനാണ്. അഭിജിത്ത് എന്നതായിട്ടുള്ള മുഹൂർത്തത്തിൽ നിൽക്കുകയാണ് സൂര്യൻ, അല്ലെങ്കിൽ അഭിജിത്ത് എന്ന നക്ഷത്രത്തിൽ നിൽക്കുകയാണ് സൂര്യൻ എന്നും പറയാം. എന്തായാലും അഭിജിത്ത് എന്നതായിട്ടുള്ള സന്ദർഭത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സമയത്ത് ഭഗവാൻ വിജയിച്ചു, ഭഗവാൻ ലക്ഷ്യം നിസാരമായി ഭേദിച്ചു എന്നർത്ഥം. അപ്പൊ ഇവരെല്ലാം പരാജയപ്പെട്ടവർന്നാണ് നിസ്സാരമായിട്ട് ഭഗവാൻ ഈ കാര്യം ചെയ്തത്. അപ്പോ ഭഗവാനും ഈ പറഞ്ഞ ആളുകളും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ചിന്തിക്കുക. എത്ര വ്യത്യാസമുണ്ട്? നല്ലോണം ചിന്തിക്കുക. അർജുനൻ പോലും ഭഗവാന്റെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യതയുള്ളവനല്ല എന്ന് ഈ പറഞ്ഞതിലൂടെ ലക്ഷ്മണ സൂചിപ്പിച്ചു. അത് വാസ്തവത്തിൽ ദ്രൗപദിക്ക് തലയ്ക്ക് കിട്ടുന്നൊരു പ്രഹരം കൂടിയാണ്. പഞ്ചപാണ്ഡവന്മാർ, വില്ലാളി വീരന്മാർ, ലോകൈക ശക്തന്മാരായിട്ടുള്ളവർ, അങ്ങനെയുള്ള 5 പേരുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഞാൻ എന്ന് വല്ല അഭിമാനം ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടി എന്ന് പറയാം. ഭഗവാൻ തന്നെയാണ് ഏറ്റവും ഭജനീയൻ, വരേണ്യൻ, ഭഗവാനെയാണ് വരിക്കേണ്ടത് എന്ന് ഉള്ളതായിട്ടുള്ള തോന്നൽ ദ്രൗപദിയുടെ ഉള്ളിലും ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഭഗവാൻ ലക്ഷ്യം ഭേദിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ദിവിദുന്ദുഭയോ നേതുഹു ജയശബ്ദയുതാ ഭുവി ദേവാശ്ച കുസുമാസാരാൻ മുമുജുർഹർഷവിഹ്വലാഃ. ദിവിദുന്ദുഭയോ നേതുഹു ജയശബ്ദയുതാ ഭുവി ദേവാശ്ച കുസുമാസാരാൻ മുമുജുഹു ഹർഷവിഹ്വലാഃ. ദിവി ദുന്ദുഭയഃ, ആകാശത്ത് ദേവന്മാര് ദുന്ദുബി എന്ന വാദ്യങ്ങൾ മുഴക്കി. ഭുവി ജയശബ്ദയുതാഃ നേതുഹു, ഭൂമിയിലോ ജയശബ്ദത്തോടു കൂടിയതായിട്ടുള്ള വാദ്യങ്ങൾ മുഴങ്ങി. എല്ലാവരും ഭഗവാന് ജയ് വിളിച്ചു. ദേവാഃ ഹർഷവിഹ്വലാഃ കുസുമാസാരാൻ മുമുജുഹു. ആ ദേവന്മാര് ആകാശത്ത് വിമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ സന്തോഷ പരവശന്മാരായിട്ട് ഹർഷവിഹ്വലാഹ, ഹർഷം കൊണ്ട് വിഹ്വലരായിക്കൊണ്ട് കുസുമാസാരാൻ മുമുജുഹു, കുസുമവർഷത്തെ മോചിപ്പിച്ചു, പുഷ്പവൃഷ്ടിയെ ചെയ്തു ഭഗവാന്റെ നേർക്ക്. അപ്പൊ ഭഗവാൻ ഈ ലോകത്തിലുള്ള സകല രാജാതിരാജന്മാര്, വില്ലാളി വീരന്മാര്, പരാക്രമികളായിട്ടുള്ള ക്ഷത്രിയന്മാര്, അവർക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യം നിസാരമായി സാധിച്ച് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് സ്ഥാപിച്ച് എല്ലാ ദേവന്മാരുടെയും പൂജയ്ക്ക് പാത്രമായി തീർന്നു. എല്ലാവരും ഒരിക്കൽ കൂടെ ഭഗവാനെ പുഷ്പവൃഷ്ടി ചെയ്ത് ഘോഷിച്ചു, ഭഗവാന് ജയ് വിളിച്ചു എന്നർത്ഥം. തദ്രംഗമാവിശമഹം കളനൂപുരാഭ്യാം പദ്ഭ്യാം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂതനേ നിവീയ പരിധായ ച കൗശികാഗ്രേ സവ്രീഡഹാസവദനാ കപരീധൃതസ്രക. തദ്രംഗമാവിശമഹം കളനൂപുരാഭ്യാം പദ്ഭ്യാം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂതനേ നിവീയ പരിധായ ച കൗശികാഗ്രേ സവ്രീഡഹാസവദനാ കപരീധൃതസ്രക. ആ ദേവി ലക്ഷ്മണ തന്നെ വർണ്ണിക്കുകയാണ്. താൻ ആ രംഗത്തേക്ക് പ്രവേശിച്ച വർണ്ണനയാണ് സ്വയം ചെയ്യണം. എവിടെയും കാണില്ല എങ്ങനൊരു വർണ്ണന അല്ലേ? തന്നെ വർണ്ണിക്കുക. ആ ഒരു ചിത്രം വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയായിരുന്നു ഞാൻ സന്തോഷവതിയായിട്ട് ആ വിവാഹത്തിന് ഒരുങ്ങിക്കൊണ്ട് ഭഗവാനെ വരണമാല്യം അർപ്പിക്കാനായിക്കൊണ്ട് എഴുന്നള്ളിയത് ആ സഭയിലേക്ക് എന്ന് ദ്രൗപദിക്കും മറ്റുള്ളവർക്കൊക്കെ ആ ചിത്രം മനസ്സിൽ കാണാൻ വേണ്ടി വരച്ചു കൊടുക്കുകയാണ്. തദ്രംഗം ആവിശം അഹം, അഹം തദ്രംഗം ആവിശം, ഞാൻ ആ രംഗത്തേക്ക് പ്രവേശിച്ചു.
ആദ്യത്തെ ആ സെന്റൻസ് അതാണ്. ഞാൻ ആ രംഗത്തേക്ക് പ്രവേശിച്ചു. എങ്ങനെ? കളനൂപുരാഭ്യാം പദ്ഭ്യാം. എന്റെ കാലടികൾ, എന്റെ പാദങ്ങൾ, അത് നൂപുരധ്വനി ഉണ്ടാക്കുന്നത്, കള 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 ശബ്ദമുണ്ടാക്കുന്ന, അവ്യക്ത മധുരമായിട്ടുള്ള ശബ്ദമുണ്ടാക്കുന്നതായിട്ടുള്ള നൂപുരങ്ങൾ ധരിച്ച പാദങ്ങളെ കൊണ്ട് അഹമാവിശം, ഐ എന്റേർഡ് ദാറ്റ് കോർട്ട് എന്നർത്ഥം. അവിടേക്ക് ഞാൻ പ്രവേശിച്ചു. കളനൂപുരാഭ്യാം പദ്ഭ്യാം തദ്രംഗം അഹം ആവിശം. എന്നിട്ടോ എങ്ങനെയാ ഞാൻ വന്നത്? പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം. കനകോജ്വലരത്നമാലാം പ്രഗൃഹ്യ, എന്റെ കയ്യിൽ ഞാൻ ഗ്രഹിച്ചിട്ടുണ്ട്, പ്രകർഷേണ ഗ്രഹിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. എന്താണ്? പൂമാലയല്ല, കനകം ജ്വലിക്കുന്ന, സ്വർണം ജ്വലിക്കുന്ന, രത്നങ്ങളും ജ്വലിക്കുന്ന, ഉജ്ജ്വല രത്നങ്ങളുമുള്ള മാല. അപ്പോ കനകവും ഉജ്ജ്വലങ്ങളായ രത്നങ്ങളും ശോഭിക്കുന്നതായിട്ടുള്ള ഒരു മാലയും പിടിച്ചുകൊണ്ട് പ്രഗൃഹ്യ, ഞാൻ എൻ്റെ കാൽ ചിലമ്പുകൾ കിലുക്കിക്കൊണ്ട് ആ സഭയിലേക്ക് പ്രവേശിച്ചു. മാത്രമല്ല ഒന്നും കൂടെ ദ്രൗപദിയുടെ കണ്ണുകളെ വികസിപ്പിക്കാൻ വേണ്ടി പറയണു. നൂത്തനേ നിവീയ പരിധായ ച കൗശികാഗ്രിയേ. കൗശികാഗ്രിയേ, അഗ്രിയേ എന്നുള്ളത് ദ്വിവചന പ്രയോഗമാണ്. ദ്വേ, രണ്ട് കൗശികങ്ങൾ, അതും അഗ്ര്യങ്ങളായത്. അഗ്ര്യം എന്നാൽ ശ്രേഷ്ഠം, കൗശികം എന്നാൽ കോശത്തിൽ നിന്ന് ഭവിച്ചത്, പട്ടുനൂൽ പുഴുവിൽ നിന്ന് ഭവിച്ചത്. അപ്പോ ശ്രേഷ്ഠങ്ങളായ രണ്ട് പട്ടുവസ്ത്രങ്ങൾ ഉടുത്തിട്ട്, എന്ന് വെച്ചാൽ താഴെ ഉടുക്കുന്ന വേഷ്ടിയും ഉത്തരീയവും. അപ്പോ വേഷ്ടിയും മുണ്ടുമാണ് അല്ലെ ദേവിയുടെ വസ്ത്രം. അപ്പൊ കൗശികാഗ്രിയെ നൂത്തിനെ പരിതായ നിവീയ. നിവീയ എന്നുള്ളത് താഴെ ഉടുക്കുന്നതിനാണ് നിവീയ എന്ന് പറയുക. വേഷ്ടി ഉടുക്കുന്നത് നിവീയ. പരിതായ എന്ന് പറയുന്നത് ചുറ്റി ധരിച്ചിട്ട്, അത് വേഷ്ടിയെ, ഉത്തരീയത്തെ, ഉത്തരീയം ചുറ്റിയിട്ടും താഴെയുള്ളതായിട്ടുള്ള വേഷ്ടിയെ ചുറ്റി നീവിയിൽ ഉടുത്തിട്ടും നിവീയ. അപ്പൊ നൂത്തനെ എന്നും കൂടി വിശേഷിപ്പിച്ചു. പുതിയത്, പുതിയത് അപ്പോ എടുത്തോണ്ട് വന്നത് എന്ന് പറഞ്ഞ മാതിരി ഇതുവരെ ഉപയോഗിക്കാത്ത കൗശികാഗ്രങ്ങൾ, നൂത്തനേ കൗശികാഗ്രേ നിവീയച്ച പരിതായച്ച. നൂതനങ്ങളായ രണ്ട് പട്ടുവസ്ത്രങ്ങൾ, ഉഗ്രനായ പട്ടുവസ്ത്രങ്ങൾ കാണേണ്ടതാണ് കേട്ടോ എന്ന് പറയും പോലെ പറയണ. അത് ഒന്ന് താഴെയും കൊടുത്തിട്ടുണ്ട്, ഒന്ന് മുകളിലും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ ഞാൻ വന്നത്? സവ്രീഡഹാസവദനാം. എന്റെ ലജ്ജയുണ്ട് സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ വ്രീഡയുണ്ട്, തല താഴ്ത്തിയിട്ടാണ്. പക്ഷേ ഹാസവദന, എനിക്ക് അപ്പൊ നല്ല സന്തോഷമായിരുന്നു. അത് ഹാസമായിട്ട്, മന്ദഹാസമായിട്ട് ഞാൻ പ്രകാശിപ്പിച്ചു. കാരണം ഏതൊരു ഭഗവാനെയാണോ താൻ കഥകൾ കേട്ട് 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 ഭർത്താവായി ഭരിച്ചത്, ആ ഭഗവാൻ തന്നെ ഇപ്പതാ വന്ന് തന്നെ വിവാഹം കഴിക്കണം, തന്റെ ആഗ്രഹം പൂർത്തീകരിച്ച ആ സന്തോഷം എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ് എന്റെ മന്ദഹാസമായി പുറത്തേക്ക് പ്രകാശിക്കണത്. അപ്പോ വ്രീഡയും ഹാസവുമുള്ള വദനത്തോടു കൂടിയവളായിട്ട് കബരീധൃതസ്രക. കബരി എന്ന് പറഞ്ഞാൽ തലമുടിക്കെട്ട്, കേശഭാരം. അതിൽ സ്രക് ധൃതം, സ്രക്ക എന്ന് പറഞ്ഞാൽ പൂമാല ധരിച്ചിട്ട്. അപ്പൊ തലയിൽ പൂമാല ചൂടിയിട്ട് മന്ദഹാസവും ലജ്ജയോടും കൂടിയ മുഖത്തോടു കൂടിയിട്ട് നല്ല രണ്ട് പട്ടുവസ്ത്രങ്ങളെ ഉടുത്തിട്ട് കനകോജ്വല രത്നമാലയെ കയ്യിൽ പിടിച്ചുകൊണ്ട് കിലുങ്ങുന്ന പാദസരങ്ങളോടുകൂടിയ പാദങ്ങളോടുകൂടി ഞാൻ ആ സഭയിലേക്ക് വന്നു. അതൊരൊന്നൊന്നര വരവാണ് എന്ന് പറയാ. എന്നിട്ടെന്ത് ചെയ്തു? ഉന്നീയ വക്രമൊരു കുന്തള കുണ്ടലത്വിദ്ഗണ്ഡസ്ഥലം ശിശിരഹാസകടാക്ഷമോക്ഷൈ രാജ്ഞോ നിരീക്ഷ പരിതഃ ശനകൈർ മുരാരേരംസേനുരക്തഹൃദയാ നിദധേ സ്വമാലാം. ഉന്നീയ വക്രമൊരു കുന്തള കുണ്ടലത്വിദ്ഗണ്ഡസ്ഥലം ശിശിരഹാസകടാക്ഷമോക്ഷൈ രാജ്ഞോ നിരീക്ഷ പരിതഃ ശനകൈർ മുരാരേരംസേർ അനുരക്തഹൃദയാ നിദധേ സ്വമാലാം. അപ്പോ
പാലാഴി മദനത്തില് ലക്ഷ്മി ദേവി വന്നപ്പോ എങ്ങനെയാണോ ഭഗവാനെ വിവാഹം കഴിച്ചത്, ഭഗവാന്റെ മേലെ വർണ്ണമാല്യ ധരിച്ചത്, ആ രംഗം വർണ്ണിക്കും പോലെയാണ് തന്റെ വിവാഹ രംഗത്തെ താൻ തന്നെ വർണ്ണിക്കുന്നത്. അപ്പൊ എത്ര സന്തോഷം ആ ദേവിയുടെ ആ ഒരു ഇതിലുണ്ടാവുന്ന ചിന്തിക്കാവുന്നതാണ് അല്ലേ. എത്ര കാലം കഴിഞ്ഞിട്ടും തന്റെ ആ വിവാഹരംഗം വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ നമ്മളൊക്കെ വിവാഹങ്ങൾ നടത്തുന്നത് വീഡിയോ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇവിടെ ദേവി തന്റെ മനസ്സിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോ. അതിപ്പോ വാക്കുകളെ കൊണ്ട് അവതരിപ്പിക്കുകയാണ്. ഒരു വീഡിയോ പ്ലേയിങ് അതിന് തുല്യമായിട്ടാണ് വാങ്മയ ചിത്രം. അപ്പൊ എങ്ങനെയായിരുന്നു താൻ വന്നത് എന്ന് സന്തോഷമായിട്ട് പറയണം. അപ്പോ ഒരു കുന്തള കുണ്ടലത്തിഗണ്ഡസ്ഥലം വക്രം ഉന്നീയ, ഞാൻ സദസ്സിലേക്ക് വന്ന് എന്റെ വക്ത്രത്തെ ഉന്നീയ, തല താഴ്ത്തിയിട്ടാ വന്നത്. പക്ഷെ കാണണ്ടേ എവിടെയാ ഭഗവാൻ ഇരിക്കണം, ആരുടെ കഴുത്തിലാ മാലയിടേണ്ടത് നോക്കണ്ടേ, അല്ലെങ്കിൽ ആള് മാറി മാലയിട്ടാലോ. അതുകൊണ്ട് ഞാൻ ആ സഭയിലേക്ക് വന്നിട്ട് വക്രം ഉന്നീയ, എന്റെ വക്ത്രത്തെ ഉന്നയിച്ചിട്ട്, ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ഉയർത്തുക, മുകളിലേക്ക് പൊക്കുക. അപ്പൊ എന്റെ മുഖം എങ്ങനെയുള്ളതായിരുന്നു? ഒരു കുന്തള കുണ്ടലത്തിഗണ്ഡസ്ഥലം, ഒരു കുന്തളം, നല്ല തലമുടി നിറഞ്ഞത്, ഉരുവായ കുന്തളം, വർദ്ധിച്ച കുന്തളത്തോടു കൂടിയതും, കുണ്ടലത്തിട്, കുണ്ടലത്തിന്റെ ശോഭ, തിട്ട് എന്ന് പറഞ്ഞാൽ കാന്തി ശോഭ, ആ കുണ്ടലത്തിന്റെ ശോഭ തട്ടുന്നതായിട്ടുള്ള ഗണ്ഡസ്ഥലം, കുണ്ടലത്തിഗണ്ഡസ്ഥലം, കവിൾത്തടം. അപ്പൊ കവിൾത്തടത്തില് കാതിലെ കുണ്ടലങ്ങൾ അതിന്റെ ശോഭ പ്രസരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മുഖം. അപ്പോ ഒരു കുന്തളം, നല്ല തലമുടി, അത് ചുരുണ്ടതൊക്കെ മുഖത്തേക്ക് വീണിട്ടുണ്ട്. കുണ്ടലത്തിന്റെ കാന്തി കവിൾത്തടത്തില് ശോഭിക്കുന്നു. അങ്ങനെയുള്ള വക്രം ഉന്നീയ, ആ മുഖത്തെ ഞാൻ ഒന്ന് ഉയർത്തിയിട്ട്, ശിശിരഹാസ കടാക്ഷ മോക്ഷൈഹി പരിതഃ രാജ്ഞഃ നിരീക്ഷ്യ, ഞാൻ പരിതഃ ചുറ്റുപാടും ഇരിക്കുന്ന രാജ്ഞഃ രാജാക്കന്മാരെ നിരീക്ഷ്യ, ഒന്ന് നോക്കി, എല്ലാവരെയും നോക്കി. എങ്ങനെയാ നോക്കിയത്? ശിശിരഹാസ കടാക്ഷ മോക്ഷൈഹി, ശിശിരഹാസം, ഉള്ളിലുള്ള തണുപ്പോടുകൂടിയ ശീതളമായ മന്ദസ്മിതം, ആ മന്ദസ്മിതത്തോടു കൂടിയതായിട്ടുള്ള കടാക്ഷമോക്ഷം, എന്റെ കടക്കണ്ണുകൊണ്ടുള്ള മോചനം ഏറെ. അപ്പൊ ഉള്ളിലുള്ള സന്തോഷത്തെ, ആ തണുപ്പിനെ, ശീതളിമയെ പ്രസരിപ്പിക്കുന്ന മന്ദഹാസത്തോടെയും കടാക്ഷം കൊണ്ടും എന്റെ കടക്കണ്ണുകൊണ്ടും ഇവരെയെല്ലാം, രാജാക്കന്മാരെയൊക്കെ ഒന്ന് ചുറ്റും ഇരിക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കി. ഇതിലെവിടെയാണ് തന്റെ നാഥൻ ഇരിക്കുന്നത് എന്ന് നോക്കാൻ തന്നെയാണ്. എന്നിട്ട് ശനഗൈഹി അനുരക്ത ഹൃദയ മുരാരേഹേ അംസേ സ്വമാലാം നിദധേ, ശനഗൈഹി, പതുക്കെ പതുക്കെ ഞാൻ ചെന്നു. ആരുടെ അടുത്തേക്ക്? മുരാരേഹേ, ആ മുരാരിയുടെ അടുത്തേക്ക്. എങ്ങനെയായിട്ട്? അനുരക്ത ഹൃദയ, അനുരാഗത്തോടു കൂടിയതായിട്ടുള്ള ഹൃദയത്തോടെ, എന്തെന്നില്ലാത്ത പ്രേമത്തോടുകൂടി, പരവശമായിട്ടുള്ള ഭാവത്തോടുകൂടി, മുരാരേഹേ അംസേ, ആ മുരാരിയുടെ തോളില് സ്വമാലാം നിദധേ, എന്റെ കയ്യിലുള്ള മാലയെ ഞാൻ ഉറപ്പിച്ചു, നിധാനം ചെയ്തു. നിതരാം ദധേ, നന്നായി ധരിപ്പിച്ചു. ഇപ്പൊ ഭഗവാന്റെ കഴുത്തിലേക്ക്, തോളിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ആ സ്വർണ്ണ നിർമ്മിതവും രത്നങ്ങൾ പതിച്ചതുമായിട്ടുള്ള അമൂല്യമായ മാലയെ ഭഗവാന്റെ കഴുത്തിലേക്ക് അണിഞ്ഞു. അപ്പോ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെയൊക്കെ ഒന്ന് നോക്കിയത്. എവിടെയാണ് എന്റെ പ്രിയൻ എന്ന്, അല്ലെ, തന്റെ പ്രാണനാഥൻ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി പതുക്കെ ഒന്ന് തല ഉയർത്തിയിട്ട് മന്ദഹാസപൂർവമായ കടാക്ഷം കൊണ്ട് എല്ലാരെയും ഒന്ന് നോക്കി. നാഥനെ കണ്ടുപിടിച്ചു. അടുത്തേക്ക് അനുരാഗപൂർവം ചെന്നു, കഴുത്തിൽ മാലയിട്ടു. ആ രംഗം എല്ലാവരുടെ ഉള്ളിലും നന്നായിട്ട് തെളിഞ്ഞു കാണും പോലെ വർണ്ണിച്ചു ആ ദേവി. താവൻ മൃദംഗപടഹാ
ശംഖഭേര്യാനകാദയഃ നിനേതുർനടനർത്തക്യോ നനൃതുഃ ഗായകാ ജഗുഃ താവൻ മൃദംഗപടഃ ശംഖഭേര്യാനകാദയഃ നിനേതുർനടനർത്തക്യോ നനൃതുർഗായകാ ജഗുഃ. ആ സമയത്ത് വാദ്യഘോഷങ്ങളൊക്കെ മുഴങ്ങി എന്ന് പറയാ. താവത് ആ സമയത്ത് മൃദംഗപടഹാഹ മൃദംഗങ്ങളും പടഹങ്ങളും ശംഖഭേരി ആനകാദയഃ നിനേതുഹു ശംഖം ഭേരി ആനകം മുതലായ വാദ്യങ്ങൾ നാദം ചെയ്തു. നടനർത്തക്യഃ നനൃതുഹു നടന്മാരും നർത്തകികളും നന്നായിട്ട് നൃത്തം വെച്ചു. ഗായകാഹ ജഗുഹു ഗായകന്മാർ ഗാനം ചെയ്തു. അപ്പൊ രാജകൊട്ടാരമാണ്. എൻ്റെ അച്ഛൻ എല്ലാം സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വിവാഹഘോഷം നന്നായിട്ട് കൊണ്ടാടാൻ വേണ്ടി ഈ പറഞ്ഞതെല്ലാം ഒരുക്കി വെച്ചിരുന്നു. അപ്പൊ ആ മുഹൂർത്തത്തിൽ ഞാൻ ഭഗവാന്റെ കഴുത്തിൽ എൻ്റെ മാല ചാർത്തിയതോടു കൂടിയിട്ട് ആ സമയത്ത് മൃദംഗങ്ങൾ, പടഹങ്ങൾ, ശംഖങ്ങൾ, ഭേരികൾ, ആനകങ്ങൾ മുതലായവ നാദം ചെയ്തു. നടന്മാരും നർത്തകിമാരും നൃത്തം ചെയ്തു. ഗായകന്മാർ ഗാനം ചെയ്തു. ഗംഭീരാഘോഷമായിരുന്നു. ഏവം മൃതേ ഭഗവതി മഹേശേ നൃപയൂധഭാഃ ന സേഹിരേ യാജ്ഞസേനി സ്പർദ്ധന്തോ ഹൃച്ഛയാതുരാഃ. ഏവം മൃതേ ഭഗവതി മഹേശേ നൃപയൂധഭാഃ ന സേഹിരേ യാജ്ഞസേനി സ്പർദ്ധന്തോ ഹൃച്ഛയാതുരാഃ. യാജ്ഞസേനി ദ്രൗപദിയുടെ മറ്റൊരു പേരാണ് യാജ്ഞസേനി. അല്ലയോ യാജ്ഞസേനി, അല്ലയോ ദ്രൗപദി. ഏവം ഭഗവതി ഈശേ മയാവൃതേ. ഏവം ഇപ്രകാരം ഭഗവതി ഈശേ ഭഗവാനായ ഈശ്വരൻ നാഥൻ മയാവൃതേ സതി എന്നാൽ വരിക്കപ്പെട്ടപ്പോൾ. ആ സതി സപ്തമിക്കാണ് ഭഗവതി ഈശേ എന്നൊക്കെ സപ്തമിയിൽ പ്രയോഗിച്ചത്. അപ്പൊ ഭഗവാൻ ഈശ്വരൻ എന്നാൽ വരിക്കപ്പെട്ടതായിട്ടുള്ള സന്ദർഭത്തിൽ സ്പർദ്ധന്തഃ ഹൃച്ഛയാതുരാഃ നൃപയൂതപാഃ ന സേഹിരേ ന സേഹിരേ അവർക്ക് സഹിച്ചില്ല. അവർക്കത് ക്ഷമിക്കാൻ, ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആർക്ക്? സ്പർദ്ധന്തഃ കൃഷ്ണനോടും ഞങ്ങളോടുമൊക്കെ മത്സരിക്കുന്നവർ, സ്പർദ്ധയുള്ളവർ. ഹൃച്ഛയ ആതുരാഹ ഹൃച്ഛയം കാമം. അപ്പൊ കാമാതുരരായവർ, എന്നെ കിട്ടാതെ നിരാശരായവർ, പരാജയപ്പെട്ടവർ, അവരുടെ കാമത്തെ അടക്കാനും പറ്റുന്നില്ല. അപ്പൊ കാമം ക്രോധമായി പരിണമിച്ചു. അല്ലേ? കൃഷ്ണൻ വന്ന് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ അടിച്ചു മാറ്റാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരാൾ വിന്നർ ഉണ്ടായിരിക്കണം. അപ്പൊ പിന്നെ എല്ലാവർക്കും ദേഷ്യമായി ആ കാമം ക്രോധമായി മാറി. അതാണ് ഹൃച്ഛയ ആതുരാഹ നൃപയൂതപാഹ. ആ രാജകുല അധിപന്മാർ, സേനാനായകന്മാർ അവരൊക്കെ കോപിച്ചവരായിട്ട് ന സേഹിരേ അവർക്ക് സഹിച്ചില്ല. അവരെന്ത് ചെയ്തു? മാം താവത് രഥമാരോപ്യ ഹയരത്ന ചതുഷ്ടയം ശാർഗമുദ്യമ്യ സന്നദ്ധഃ തസ്തൗ ആജൗ ചതുർഭുജഃ. മാം താവത് രഥമാരോപ്യ ഹയരത്ന ചതുഷ്ടയം ശാർഗമുദ്യമ്യ സന്നദ്ധഃ തസ്തൗ ആജൗ ചതുർഭുജഃ. ഭഗവാൻ അപ്പോഴേക്കും എന്ത് ചെയ്തു? യുദ്ധമാസന്നമാണെന്ന് മനസ്സിലാക്കി അധിക നേരം ആഘോഷിക്കാനൊന്നും നിന്നില്ല. താവത് അപ്പോൾ ഹയരത്ന ചതുഷ്ടയം രഥം മാം ആരോപ്യ, മാം എന്നെ രഥം ആരോപ്യ രഥത്തിലേക്ക് കയറ്റി. എങ്ങനെയുള്ള രഥം? ഹയരത്ന ചതുഷ്ടയം 4 കുതിരകൾ, അതിൽ ശ്രേഷ്ഠങ്ങളായ കുതിരകൾ, ഹയരത്നങ്ങൾ. ഭഗവാന്റെ 4 വിശേഷപ്പെട്ട കുതിരകൾ, സുഗ്രീവൻ മുതലായ നാമങ്ങളോടുകൂടിയ 4 കുതിരകളുണ്ട്. മഹാഭാരത യുദ്ധത്തിലും ഭഗവാൻ അതേ 4 കുതിരകളെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വൈകുണ്ഠത്തിലേക്ക് അർജുനനെയും കൊണ്ട് സന്താനഗോപാലൻ കഥയിൽ ഭഗവാൻ പോകുന്നതും ഇതേ 4 കുതിരകളെ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണന്റെ കുതിരകൾ എപ്പോഴും ആ രഥത്തിൽ 4 ആണ്. പാർത്ഥസാരഥി 5 കുതിരകളെ കെട്ടിയിരിക്കുന്നത് വേറെ ചില ആളുകളുടെ ചില വ്യാഖ്യാനങ്ങൾ കൊണ്ടാണ്.
5 ഇന്ദ്രിയങ്ങളെ 5 കുതിരകളാക്കി ചിത്രീകരിച്ചിരിക്കുകയാണ് ആ താത്വികമായിട്ട്. വാസ്തവത്തിൽ ത്വക്ക് എന്ന ഇന്ദ്രിയം മറ്റെല്ലാ ഇന്ദ്രിയത്തിലും വരുന്നത് കൊണ്ട് 4 മതി. അങ്ങനെ 4 കുതിരകളായാലും 5നെ വ്യാഖ്യാനിക്കാം, 5 ഇന്ദ്രിയങ്ങളെ വ്യാഖ്യാനിക്കാം. എല്ലാ ഇന്ദ്രിയത്തിലും ത്വക്കുണ്ട്, എല്ലാറ്റിലും വ്യാപിച്ചിരിപ്പുണ്ട്. നാവില് ത്വക്കില്ലേ, മൂക്കില് ത്വക്കില്ലേ, ചെവിയിൽ ത്വക്കില്ലേ, അല്ലേ? അതിലും ത്വക്കിൽ ചർമ്മത്തിൽ തട്ടിയിട്ടാണ് ശബ്ദം നമ്മൾ കേൾക്കുന്നത്. കർണപുടം, അതില എന്താ പറയുക, ഡയഫ്രം, അതേപോലെ സ്പർശവും, അതുപോലെ കണ്ണിലും ത്വക്കുണ്ട്. അപ്പൊ ത്വക്കിനെ പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഭഗവാന്റെ കുതിരകൾ എത്രയാന്ന് ചോദിച്ചാൽ 4 ഉള്ളൂ. മേഘപുഷ്പൻ, ബലാഹകൻ, സുഗ്രീവൻ, വേറൊരു പേരും കൂടി ഉണ്ട്. അങ്ങനെ 4 കുതിരകളാണ്. അപ്പൊ എന്തായാലും ഭഗവാൻ തന്റെ ആ ഹയരത്നങ്ങൾ 4നെ പൂട്ടിയ രഥത്തിലേക്ക് എന്നെ കയറ്റിയിരുത്തി. മാം ആരോപ്യ ശാർഗം ഉദ്യമ്യ, ഭഗവാന്റെ വില്ല് ശാർഗം അതിനെ എടുത്ത് ഉയർത്തിപ്പിടിച്ച് റെഡിയായി. സന്നദ്ധ സന്നദ്ധ, നല്ലതുപോലെ ഒരുങ്ങി. എങ്ങനെ? നദ്ധം എന്ന് പറഞ്ഞാൽ പടച്ചട്ടയൊക്കെ കെട്ടുക എന്നൊക്കെ അർത്ഥമാണ്. അരയും തലയും മുറുക്കി കെട്ടി പടച്ചട്ട കെട്ടലാണ് സന്നദ്ധനാവുക. അപ്പൊ അങ്ങനെ രഥത്തിൽ നിന്ന് പടച്ചട്ട എടുത്ത് അണിഞ്ഞു, സന്നദ്ധനായി. തസ്തൗ ആജൗ ചതുർഭുജ, അവിടെ ഭഗവാൻ ചതുർഭുജനായിരുന്നു. ഭഗവാൻ ദ്വാരകയിലുള്ള എല്ലാ ലീലയിലും ചതുർഭുജനാണ്. ദ്വാരകയിലേക്ക് പ്രവേശിച്ചതോടുകൂടി ഭഗവാൻ ചതുർഭുജനായി തന്റെ എന്താ പറയുക വൈഭവം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ചതുർഭുജനായ ഭഗവാൻ ആജൗ തസ്തൗ, ആജൗ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ, യുദ്ധരംഗത്ത്, ആജിയിൽ, ആജി എന്നാണ് യുദ്ധം, യുദ്ധരംഗം എന്നൊക്കെ അർത്ഥം. ആജൗ അതിന്റെ സപ്തമി. തസ്തൗ സ്ഥിതി ചെയ്തു, ഭഗവാൻ ഉറച്ചു നിന്നു. അങ്ങനെ ആയുധവുമായിട്ട് സന്നദ്ധനായിട്ട് വില്ലും കൊലച്ചുകൊണ്ട് തയ്യാറായി നിന്നു ചതുർഭുജൻ. ദാരുകശ്ചോദയാമാസ കാഞ്ചനോപസ്കരം യദ്രഥം മിഷതാം ഭൂഭുജാം രാജ്ഞി മൃഗാണാം മൃഗരാടിവ തേന്ന സജ്ജന്തരാജന്യാ നിഷേദ്ധും പതികേജന സംയത്താ ഉദ്ധൃതേശ്വാസാ ഗ്രാമസിംഹാഹ യഥാഹരിം. പിന്നീട് ഭഗവാൻ എങ്ങനെയാണ് ഈ എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് എന്ന് പറയുന്നത്. ദാരുകശ്ചോദയാമാസ കാഞ്ചനോപസ്കരം രഥം മിഷതാം ഭൂഭുജാം രാജ്ഞി മൃഗാണാം മൃഗരാടിവ. ഹേ രാജ്ഞി ദ്രൗപദി, ഭൂഭുജാം മിഷതാം സതാം, ആ ഭൂബുക്കുകൾ അഥവാ ഭൂമിയെ അനുഭവിക്കുന്ന രാജാക്കന്മാർ, മിഷതാം ഉന്മിഷതാം, കണ്ണ് തുറിച്ചു നോക്കി നിൽക്കേ, അവരെല്ലാം നോക്കി നിൽക്കേ. മിഷതാം സതാം, മൃഗാണാം മൃഗരാടിവ, മൃഗങ്ങളുടെ നടുവിൽ സിംഹരാജാവ് എങ്ങനെയാണോ എന്ന പോലെ. കാഞ്ചനോപസ്കരം രഥം ദാരുക ചോദയാമാസ, സ്വർണക്കോപ്പുകളോടുകൂടിയ, സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള രഥത്തെ ഭഗവാന്റെ സാരഥിയായ ദാരുകൻ ചോദയാമാസ പ്രേരിപ്പിച്ചു, മുന്നോട്ട് നടത്തി. അപ്പൊ ദാരുകൻ രഥം നടത്തുമ്പോൾ ഭഗവാൻ ആയുധങ്ങളും തയ്യാറായിക്കൊണ്ട് ആരെങ്കിലും ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വന്ന് തടയിനടാ എന്ന മട്ടിൽ നിൽക്കുകയാണ്. ആർക്കും ധൈര്യമില്ല, എല്ലാവരും വഴിയിൽ നിന്ന് മാറി നിന്നു. ഭഗവാൻ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് എല്ലാവരും പുറകെ വരികയാണ്, സിംഹത്തിന്റെ പുറകെ കുറുക്കന്മാര് വരും പോലെ. ഇതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തേ അന്വസജ്ജന്തരാജന്യാഹ നിഷേദ്ധും പതികേ ജല സംയത്താ ഉദ്ധൃതേശ്വാസാഹ ഗ്രാമസിംഹായതാഹരിം. അപ്പോ തേ അന്വസജ്ജന്ത രാജന്യാഹ, തേ രാജന്യാഹ, രാജാക്കന്മാര് അന്വസജ്ജന്ത, അന്വസജ്ജന്ത അനുസഞ്ചനം ചെയ്തു, പിന്നാലെ സഞ്ചരിച്ചു എന്നർത്ഥം, അനുഗമിച്ചു, പിന്നാലെ പോവുകയാണ്. നിഷേധും പതി, മാർഗത്തിൽ തടയുവാനായിക്കൊണ്ട് നിഷേധിക്കുവാനായിട്ട് കേചന രാജന്യാഹ, ഒരു ചില രാജാക്കന്മാർ. അവരങ്ങനെ സംയത്താഹ, യത്നം ചെയ്യുന്നവരായി, ഉദ്ധൃത ഇശ്വാസാഹ, ഉയർത്തിപ്പിടിച്ച വില്ലോടുകൂടിയവരായിട്ട്. ഇശ്വാസം എന്ന് പറഞ്ഞാൽ ഇഷുവിനെ അസിക്കുന്നത്,
അമ്പിനെ തൊടുത്തു വിടുന്നത്, അതാണ് വില്ല്. അപ്പൊ വില്ലിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല പ്രയത്നം ചെയ്യുന്നവരായിട്ട് മാർഗത്തിൽ ഭഗവാനെ തടയാനായിക്കൊണ്ട് കുറച്ചു പേര് തയ്യാറായി. ഏതുപോലെ ഗ്രാമസിംഹാഹ യഥാ ഹരി സിംഹം, സിംഹത്തിന്റെ പുറകെ ഗ്രാമസിംഹങ്ങൾ എന്ന് പറഞ്ഞാൽ നായ്ക്കൾ സിംഹത്തിന്റെ പുറകെ കുരച്ചുകൊണ്ട് പോകും പോലെ. നായ്ക്കൾക്ക് സിംഹത്തിന്റെ അടുക്കൽ ചെല്ലാൻ പറ്റുമോ? കടിച്ച് അല്ലേ കുടഞ്ഞെറിയും. അപ്പൊ പേടിയുണ്ട്, ദൂരെ നിന്നുകൊണ്ട് നായ്ക്കൾ കുരയ്ക്കും. ഇതുപോലെ ഇവരെല്ലാം മാറി നിന്നുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് വില്ലും കൊലച്ചുകൊണ്ട് കൃഷ്ണനെ എതിർക്കാനായിട്ട് പലരും ശ്രമിച്ചു എന്ന് താല്പര്യം. തേ സാർംഗച്യുതബാണൗകൈഃ കൃത്തബാഹ്വംഗ്രികന്ദരാഃ നിപേതുഃ പ്രധനേ കേചിത് ഏകേ സന്ധ്യജ്യ ദുദ്രുവുഃ. തേ സാർംഗച്യുതബാണൗകൈഃ കൃത്തബാഹ്വംഗ്രികന്ദരാഃ നിപേതുഃ പ്രധനേ കേചിത് ഏകേ സന്ധ്യജ്യ ദുദ്രുവുഃ. തേ ആ രാജാക്കന്മാര് സാർംഗച്യുതബാണൗകൈഃ കൃത്തബാഹ്വംഗ്രികന്ദരാഃ നിപേതുഃ. തേ നിപേതുഃ, അവര് നിപതിച്ചു. എങ്ങനെ? കൃത്ത ബാഹു അംഗ്രി കന്ദരന്മാരായിട്ട്. കൃത്തം എന്നാൽ കൃന്ദനം ചെയ്യപ്പെട്ടത്, മുറിക്കപ്പെട്ടത്. അപ്പൊ മുറിക്കപ്പെട്ട ഛേദിക്കപ്പെട്ട ബാഹുക്കൾ അഥവാ കൈകൾ, അംഗ്രികൾ അഥവാ പാദങ്ങൾ, കന്ദരം കഴുത്ത്. അപ്പൊ ഇങ്ങനെ കൈകൾ, കാലുകൾ, കണ്ടങ്ങളെല്ലാം ഛേദിക്കപ്പെട്ടവരായിട്ട് നിപതിച്ചു. എന്തുകൊണ്ടാണ് ഛേദിക്കപ്പെട്ടത്? സാർംഗച്യുത ബാണൗകൈഃ, ഭഗവാന്റെ വില്ലായ സാർംഗത്തിൽ നിന്ന് ച്യുതി എന്ന് വെച്ചാൽ തൊടുക്കപ്പെട്ടതായിട്ടുള്ള ബാണസമൂഹങ്ങളെ കൊണ്ട് കയ്യും കാലും കഴുത്തും മുറിക്കപ്പെട്ടവരായിട്ട് പതിച്ചു. എവിടെ? പ്രധനേ. പ്രധനേ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ. പ്രധനം യുദ്ധം. അപ്പൊ പ്രധനത്തിൽ, യുദ്ധത്തിൽ നിപേതുഹു ഏകേ സന്ധ്യജ്യ ദുദ്രുവുഹു. ചിലര് എല്ലാം ഉപേക്ഷിച്ചിട്ട് കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഇട്ടിട്ട് എറിഞ്ഞ് ഓടി. ദുദ്രുവുഹു, ദുദ്രുവു ദ്രവിച്ചു, പാഞ്ഞു, പ്രാണനും കൊണ്ട് പാഞ്ഞു ചിലര് എന്ന് പറയാ. ഏകേ സന്ധ്യജ്യ ദുദ്രുവു. അപ്പൊ കുറെ പേര് പ്രാണനും കൊണ്ട് ഓടി. ചില ഓടാത്തവരുടെയൊക്കെ കഴുത്തും തലയൊക്കെ അവിടെ ഭൂമിയിൽ ഭഗവാൻ അസ്ത്രങ്ങളെ കൊണ്ട് ഛേദിച്ചിട്ടു. അങ്ങനെ ഭഗവാൻ ഇത്രയും ശക്തന്മാരായ ശത്രുക്കളെയെല്ലാം ജയിച്ചിട്ടാണ് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയത്. ആ ഭഗവാന്റെ മഹിമ മനസ്സിലായോ ദ്രൗപദി എന്ന് ചോദിക്കും പോലെ. ഓരോന്നും വർണ്ണിക്കും തോറും ദ്രൗപദിയുടെ കണ്ണ് തള്ളി വരുന്നുണ്ടാവും. തതഃ പുരീം യദുപതിരത്യലങ്കൃതാം രവിച്ചതദ്വജപട ചിത്രതോരണാം കുശസ്ഥലീം ദിവി ഭുവി ചാഭിസംസ്തുതാം സമാവിശത്തരണിരിവ സ്വകേതനം. തതഃ പുരീം യദുപതിരത്യലങ്കൃതാം രവിച്ചതദ്വജപട ചിത്രതോരണാം കുശസ്ഥലീം ദിവി ഭുവി ചാഭിസംസ്തുതാം സമാവിശത്തരണിരിവ സ്വകേതനം. ആ ഭഗവാൻ സ്വകേതനം സമാവിശത്, സ്വന്തം നികേതനത്തിലേക്ക്, വാസസ്ഥാനത്തേക്ക്, ദ്വാരകാപുരിയിലേക്ക് പ്രവേശിച്ചു. ഏതുപോലെ? തരണിരിവ. തരണി സൂര്യഭഗവാൻ. അപ്പൊ സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ട് ഭഗവാൻ തന്റെ ദ്വാരകാപുരിയിലേക്ക് മടങ്ങി വരികയാണ്. എങ്ങനെയുള്ള ദ്വാരകാപുരി? അതിനെ വർണ്ണിക്കുകയാണ് കുശസ്ഥലീം എന്ന് പറയുന്നുണ്ട്. കുശസ്ഥലീം, കുശസ്ഥലി പട്ടണത്തിലേക്ക്. ആ ദ്വാരക തന്നെയാണ് കുശസ്ഥലി. അത് എങ്ങനെയുള്ള പുരിയാണ്? ആ പുരീം തതഃ പുരീം അനന്തരം ആ യദുപതിയായ ഭഗവാൻ, യദുപതി അത്യലങ്കൃതാം പുരീം, അത്യന്തം അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള പുരി. എപ്പോഴും ഉത്സവം തന്നെയാണ് ഈ പുരിയിൽ. ഇനിയിപ്പോ ഭഗവാന്റെ ഈ ഒരു വിജയം അറിഞ്ഞ് എല്ലാവരും വേഗം കൂടുതലായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. അങ്ങനെ നന്നായി അലങ്കരിക്കപ്പെട്ടതും രവിച്ചതദ്വജപട ചിത്രതോരണം, രവിയെ ഛാദനം ചെയ്യുന്ന ധ്വജങ്ങളും പടചിത്രങ്ങളും തോരണങ്ങളും എല്ലാം ഉള്ളത്. രവി സൂര്യൻ, സൂര്യനെ ഛാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറയ്ക്കുക. അപ്പോ സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ വീഴാത്ത രീതിയിലാണ് ബാനറുകള്, കൊടികള്, തോരണങ്ങള് ഒക്കെ കെട്ടിയിരിക്കുന്നത്.
ഭഗവാന്റെ വിജയം ആഘോഷിക്കാനായിക്കൊണ്ട്, ഭഗവാന്റെ വിവാഹം ആഘോഷിക്കാനായിക്കൊണ്ട്, അല്ലെങ്കിൽ തന്നെ സ്വതവേ തന്നെ അലങ്കൃതമായ ആ ദ്വാരകാപുരി ഒന്നുകൂടെ ഒരുങ്ങി സൂര്യനെ മറയ്ക്കുന്നതായിട്ടുള്ള കൊടിതോരണങ്ങളാണ്. അതാണ് രവിയെ ചാതനം ചെയ്യുന്ന ധ്വജപടം കൊടിക്കൂറ, ചിത്രതോരണം, വിചിത്രങ്ങളായ തോരണങ്ങൾ, വിവിധങ്ങളായ തൂക്കുകൾ അല്ലെ, പലതും ആലില കൊണ്ടും പ്ലാവില കൊണ്ടും മാവില കൊണ്ടും കുരുത്തോല കൊണ്ടും എന്നൊക്കെ പറഞ്ഞ പോലെ പുഷ്പങ്ങളെ കൊണ്ടുമൊക്കെ തോരണങ്ങൾ തൂക്കിയിട്ടും മൊത്തത്തില് സൂര്യപ്രകാശം ഭൂമിയില് നിഴലോട് കൂടിയിട്ടാണ് പതിക്കുന്നത്. അതുപോലെ ദിവിഭുവിച്ച് അഭിസംസ്തുതാം, ദേവലോകത്തിലും ഭൂമിയിലും എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നതാണ് ഈ ദ്വാരകാപുരി. അങ്ങനെയുള്ള കുശസ്ഥലീം പുരീം, ആ ദ്വാരകാപുരിയിലേക്ക് തരണിഹി സ്വകേതനം ഇവ, സൂര്യൻ എങ്ങനെയാണോ തന്റെ അസ്തമയ സമയത്ത് ചെന്ന് ചേരുക, അതുപോലെ ജ്വലിക്കുന്നതായിട്ടുള്ള ദ്വാരകാപുരിയിലേക്ക് ആ സൂര്യനെ പോലെ തിളങ്ങുന്നവനായിട്ടുള്ള ഭഗവാൻ പ്രവേശിച്ചു. അപ്പൊ ഭഗവാന്റെ ആ ഒരു സന്ധ്യാസമയത്തുള്ള പട്ടണപ്രവേശത്തെയാണ് വർണ്ണിച്ചത്. എങ്ങനെയാണോ തരണി സ്വന്തം കേതനത്തിലേക്ക് പ്രവേശിക്കുക, അസ്തമയ ഗിരിയിലേക്ക് എങ്ങനെയാണോ സൂര്യൻ പ്രവേശിക്കുക, അതുപോലെ ഈ ദ്വാരക ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ദ്വാരകയിലേക്ക് എന്താ പറയുക, നല്ലപോലെ വിളങ്ങുന്ന പ്രകാശിക്കുന്നതായിട്ടുള്ള സൂര്യനെ പോലെ ഭഗവാൻ പ്രവേശിച്ചു. പിതാമേ പൂജയാമാസ സുഹൃൽ സംബന്ധി ബാന്ധവാൻ മഹാർഹവാസോലങ്കാരൈഃ ശയ്യാസന പരിച്ഛദൈഃ ദാസീഭിഃ സർവസമ്പദ്ഭിഃ ബഡേ ഭരതവാജിഭിഃ ആയുധാനി മഹാർഹാണി ദദൗ പൂർണ്ണസ്യ ഭക്തിതഃ. എന്റെ പിതാവ് ഭഗവാനെ നല്ലതുപോലെ സമ്മാനങ്ങൾ കൊടുത്ത് സൽക്കരിച്ചു എന്നാണ്. പിതാമേ പൂജയാമാസ സുഹൃൽ സംബന്ധി ബാന്ധവാൻ മഹാർഹവാസോലങ്കാരൈഃ ശയ്യാസന പരിച്ഛദൈഃ. മേ പിതാ, എന്റെ അച്ഛനായിട്ടുള്ള അദ്ദേഹം, എന്താ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്, ബൃഹൽസേനൻ. എന്റെ അച്ഛൻ ബൃഹൽസേനൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഇവരെയൊക്കെ പൂജിച്ചു. പൂജയാമാസ, ആരെയൊക്കെ? സുഹൃൽ സംബന്ധി ബാന്ധവാൻ, ഭഗവാന്റെ കൂടെ വന്നു ചേർന്നിരുന്ന സുഹൃത്തുക്കൾ, സംബന്ധികൾ, ബാന്ധവന്മാർ, അവരെയൊക്കെ എങ്ങനെ? മഹാർഘവാസ, വിലമതിക്കാനാവാത്ത വസ്ത്രങ്ങളെ കൊണ്ടും, അലങ്കാരൈഹി, സ്വർണ്ണ ആഭരണങ്ങളെ കൊണ്ടും അലങ്കാരങ്ങളെ കൊണ്ടും, ശയ്യ ആസന പരിച്ഛദൈഹി, കിടക്കാനുള്ള ശയ്യകളും ഇരിക്കാനുള്ള ആസനങ്ങളും മറ്റ് ഉപകരണങ്ങളെ കൊണ്ടും എല്ലാം കൊണ്ടും എൻ്റെ അച്ഛൻ ബന്ധുക്കളെ എല്ലാവരെയും വേണ്ട പോലെ സൽക്കരിച്ചു, പൂജിച്ചു. പൂജയാമാസ സുഹൃൽ സംബന്ധി ബാന്ധവാൻ പൂജയാമാസ ദാസീഭിഃ സർവസമ്പദ്ഭിഃ ബഡേ ഭരതവാജിഭിഃ ആയുധാനി മഹാർഹാണി ദദൗ പൂർണ്ണസ്യ ഭക്തിതഃ. പൂർണ്ണനാണ് ഭഗവാൻ. ഭഗവാൻ ഒന്നിന്റെയും കുറവില്ല, ഒന്നിന്റെയും ആവശ്യവുമില്ല. ഭഗവാൻ അല്ലേ തന്നെ വിവാഹം കഴിച്ച ഭാര്യമാരോടൊക്കെ സ്ത്രീധനം തരൂ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ പൂർണ്ണനാണ് ഭഗവാൻ. ഇവരുടെ ഒന്നും ആവശ്യമില്ല. നരകാസുരന്റെ 16,008 അല്ലെ, നരകാസുരന്റെ കാരാഗ്രഹത്തിൽ കിടന്ന 16,000 പേരെ ഭഗവാൻ സ്ത്രീധനം കിട്ടിയിട്ടാണോ വിവാഹം കഴിച്ചത്? അവർക്ക് വേണ്ടി സ്ത്രീധനം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവോ? ഒന്നുമില്ല. അപ്പൊ പിന്നെ ഭഗവാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല. പൂർണ്ണനാണ്. അതാണ് ഇവിടെ പൂർണ്ണസ്യ. പൂർണ്ണനായ ഭഗവാന് എൻ്റെ അച്ഛൻ ഇതൊക്കെ കൊടുത്തു. ദദൗ, എന്തുകൊണ്ട്? ഭക്തി കാരണമായിട്ട്, പ്രേമം കാരണമായിട്ട്. അത് തടയാൻ പറ്റില്ലല്ലോ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം അസ്നാമി പ്രയതാത്മനഃ. അല്ലേ, ഭക്തിയോപഹൃതം അസ്നാമി പ്രയതാത്മനഃ. ആ ഭക്തിയോടുകൂടി എനിക്ക് സമ്മാനിക്കുന്നത് എന്തും ഞാൻ സ്വീകരിക്കും. അഭക്തന്മാർ നൽകുന്നത് എന്തു തന്നെയാണെങ്കിലും ഭൂര്യപി നമേ തോഷായ കൽപ്പതേ,
അപ്പൊ ഇവിടെ എൻ്റെ അച്ഛൻ ഭക്തി കൊണ്ട്, പ്രേമം കൊണ്ട് പൂർണ്ണനായ ഭഗവാന് ദദൗ ദാനം ചെയ്തു. എന്തൊക്കെ? സർവസമ്പദ്ഭിഹി ദാസീഭിഹി, സർവസമ്പത്തുക്കളോടും കൂടിയ ദാസിമാരോട്, ദാസിമാരെയും നല്ലപോലെ അലങ്കരിച്ചിട്ട് നെക്ലേസൊക്കെ ധരിപ്പിച്ചിട്ട്, ബടേബരജവാദിഭിഹി, ഭടന്മാര്, ഇഭങ്ങള്, രഥങ്ങള്, വാജി എന്നുവെച്ചാൽ ചതുരംഗ സൈന്യമെല്ലാമായി. ഭടന്മാരെന്ന് പറഞ്ഞാൽ കാലാളായി, രഥമെന്ന് പറഞ്ഞാൽ രഥമായി, ഇഭമെന്ന് പറഞ്ഞാൽ ആനയായി, വാജി എന്ന് പറഞ്ഞാൽ കുതിരയായി. അപ്പോൾ ആന, തേർ, കാലാൾ, കുതിരപ്പട, അങ്ങനെയുള്ള ചതുരംഗ സൈന്യത്തോടും മഹാർഘാണി ആയുധാനി, ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളും ഭഗവാന് സമ്മാനിച്ചു. അങ്ങനെ പൂർണ്ണനായ ഭഗവാന് ഭക്തിപൂർവം എൻ്റെ അച്ഛൻ സമ്മാനങ്ങളെയൊക്കെ നൽകി. അങ്ങനെ ഞാൻ വെറും കൈയോടെയൊന്നുമല്ല വന്നത്. വേണ്ട പോലെ എൻ്റെ അച്ഛൻ ഭക്തിപൂർവമാണെങ്കിലും ഇതെല്ലാം പൂർണ്ണനായിട്ടുള്ള ഭഗവാന് സമർപ്പിച്ചു. അങ്ങനെ എൻ്റെ വിവാഹം ഗംഭീരമായി. ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടതിനേക്കാൾ ഗംഭീരമായി. ആത്മാരാമസ്യ തസ്യേമാ വയം വൈ ഗൃഹദാസികാഃ സർവസംഗനിവൃത്യാദ്ധാ തപസാ ച ബഭൂവിമാം. ആത്മാരാമസ്യ തസ്യേമാ വയം വൈ ഗൃഹദാസികാഃ സർവസംഗനിവൃത്യാദ്ധാ തപസാ ച ബഭൂവിമാം. അവസാനം ആ ഭഗവാനോടുള്ളതായിട്ടുള്ള തൻ്റെ ഭാവത്തെ, ഭക്തിയെ, ദാസ്യഭാവത്തെ ഒക്കെ പ്രകടിപ്പിക്കുകയാണ്. സർവസംഗനിവൃത്യ തപസാച, ഞങ്ങളുടെ എല്ലാ സംഘങ്ങളെയും വെടിഞ്ഞവരാണ്. ആർക്കു വേണ്ടി? ഭഗവാന് വേണ്ടി. സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരെ പോലെ, സന്യാസിനിമാരെ പോലെയാണ് ഞങ്ങൾ. ഞങ്ങളുടെ പൂർവ്വ സംഘങ്ങളെല്ലാം വെടിഞ്ഞു. കൃഷ്ണനെ തന്നെ മതി എന്ന് നിശ്ചയിച്ചവരാണ്. വേറൊന്നിലും താല്പര്യമില്ലാതെ കൃഷ്ണനെ മതി എന്ന് നിശ്ചയിച്ച സർവസംഘ നിവൃത്തിയ തപസാച്ച്, ആ ഭഗവാനെ ഭർത്താവായി കിട്ടാൻ ചെയ്ത തപസ്സുകൊണ്ടും, ഇമാ വയം, ഈ ഞങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ അഷ്ടമഹിഷികൾ, ആത്മാരാമസ്യ തസ്യ വൈ ഗൃഹദാസികാഃ ബഭൂവിമ. ആത്മാരാമനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഞങ്ങളിൽ രമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ രമണത്തിന്, അദ്ദേഹത്തിന്റെ രതിക്ക്. സ്വയം ആത്മാവിൽ രമിക്കുന്ന ആനന്ദമൂർത്തിയാണ്. ആനന്ദസ്വരൂപനായിട്ടുള്ള അദ്ദേഹം, അദ്ദേഹത്തിന്റെ തസ്യവൈ ഗൃഹദാസികാഃ ബഭൂവിമ, ഗൃഹദാസികളായി ഞങ്ങൾ ഭവിച്ചു. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഗൃഹദാസികളാവാനുള്ള യോഗ്യത എന്താണ്? തപസ്സും സർവസംഘ നിവൃത്തിയും. ഞങ്ങളെല്ലാം ഭഗവാന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായി. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നുള്ള ഭഗവാന്റെ ആ ഒരു ആഖ്യാനം, അല്ലെങ്കിൽ ഭഗവാന്റെ ആഹ്വാനം ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ നേരത്തെ തന്നെ ചെയ്തവരാണ്, അനുസരിച്ചവരാണ്. എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ സേവിക്കാൻ തയ്യാറായി വന്നവരാണ്. ആ ഞങ്ങൾ ഭഗവാന്റെ ഗൃഹദാസികളായി ബഭൂവിമ ഞങ്ങൾ, വയം ബഭൂവിമ ഞങ്ങൾ ഭവിച്ചു. അതിനുള്ള ഭാഗ്യം കിട്ടി ഞങ്ങൾക്ക് എന്നർത്ഥം. ഇനിയും ഞങ്ങൾക്ക് ഇത് തന്നെയാ വേണ്ടു. എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ഈ ഭഗവാന്റെ ദാസിമാരായിരുന്നാൽ മതി എന്ന് വളരെ സന്തോഷത്തോടെ, നിറവോടെ, ഒരു കുറ്റവും ഭഗവാനെ കുറിച്ച് പറയാനില്ലാതെ ഭഗവാന്റെ മഹത്വത്തെ എടുത്തെടുത്ത് പറയുകയാണ് ഇവിടെ. ഓരോ ഭാര്യമാരും പറഞ്ഞു, ലക്ഷ്മണ വിശേഷിച്ചും പറഞ്ഞു. ഇനി മറ്റു മഹിഷിമാർ 16,000 പേര് നരകാസുരന്റെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചവർ, അവരും കൂടി പറയണു അവരുടെ കഥ. അതോടുകൂടിയിട്ടാണ് ഇത് തീരുന്നത്. മഹിഷ്യഊജുഹു ഭൗമം നിഹത്യ സഗണം യുധിതേന രുദ്ധാഃ ജ്ഞാത്വാദനഃ ക്ഷിതിജയേ ജിതരാജകന്യാഃ നിർമുച്യ സംസൃതി വിമോക്ഷം അനുസ്മരന്തീഃ പാദാംബുജം പരിണിനായയ ആപ്തകാമഃ. മഹിഷ്യ ഊജുഃ ഭൗമം നിഹത്യ സഗണം യുധിതേന രുദ്ധാഃ ജ്ഞാത്വാദനഃ ക്ഷിതിജയേ ജിതരാജകന്യാഃ നിർമുച്യ സംസൃതി വിമോക്ഷം അനുസ്മരന്തീഃ
പാദാംബുജം പരിണിനായ ആപ്തകാമഃ. അപ്പോ മഹിഷ്യഃ ഊചുഹു, 16,000 പേര് അവരുടെ കഥ പറയുകയാണ്. ക്ഷിതിജയേ ജിതരാജകന്യാഃ തേന രുദ്ധാഃ. ഇവിടെ നരകാസുരനെ കുറിച്ച് പറയണം. ക്ഷിതിജയേ, ഭൂമിയെ ജയിക്കുന്ന സന്ദർഭത്തിൽ ദിഗ്വിജയം നടത്തിയ നരകാസുരൻ. ജിതരാജകന്യാഃ, രാജകന്യകളെ ജയിച്ചവനായ. തേന, അവനാൽ. രുദ്ധാഃ, തടങ്കലിൽ രോധിക്കപ്പെട്ടവരായ ഞങ്ങൾ, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവരായ ഞങ്ങൾ, ബന്ധിക്കപ്പെട്ടവരായ രുദ്ധരായ ഞങ്ങൾ. സംസൃതി വിമോക്ഷം പദാംബുജം അനുസ്മരന്തീഹി. ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ എന്താണ് അനുസ്മരിച്ചത്? സംസൃതി വിമോക്ഷം പദാംബുജം, സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അർഹമായിരിക്കുന്ന, യോഗ്യമായിരിക്കുന്ന ഭഗവാന്റെ പാദകമലങ്ങളെ അനുസ്മരന്തീഹി, നിരന്തരം സ്മരിക്കുന്നവരായിരുന്നു. ഭഗവാനെ, ഞങ്ങളെ ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് കരകയറ്റണേ എന്ന് ഞങ്ങൾ കാരാഗൃഹത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ള നഹ ജ്ഞാത്വാ, ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട്. നഹ എന്ന് പറഞ്ഞാൽ അസ്മാൻ, ഞങ്ങളെക്കുറിച്ച്. ജ്ഞാത്വാ, അറിഞ്ഞിട്ട്. യുധി ഭൗമം സഗണം നിഹത്യ, യുദ്ധത്തിൽ ആ ഭൗമനെ, ഭൂമിപുത്രനായ നരകാസുരനെ, സഗണം, അദ്ദേഹത്തിന്റെ ആ സൈന്യത്തോടുകൂടി വധിച്ചിട്ട്. നിഹത്യ ആപ്തകാമഹായ നിർമുച്യ പരിണിനായ. ആപ്തകാമഹായ, ഏതൊരുവനാണോ പൂർണ്ണകാമൻ, ആപ്തകാമൻ, അദ്ദേഹത്തിന് ഒരു കാമവുമില്ല, എല്ലാം പ്രാപിച്ചു കഴിഞ്ഞ ആളാണ്. ആ പൂർണ്ണകാമനായ ഭഗവാൻ ഞങ്ങളെ മോചിപ്പിച്ചു. നിർമുച്യ, നിതരാം മോചനം കൃത്വ, ഞങ്ങളെ മോചിപ്പിച്ചിട്ട്. പരിണിനായ, പരിണയിച്ചു. അതെന്തിനാ? ഞങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്ക് പോകാനൊരു ഇടമില്ല, അഭയമില്ല. ഞങ്ങൾ അനാഥരായി ആ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഞങ്ങൾ ഭഗവാനെ, ഭഗവാന്റെ ദാസിമാരാവാനായിട്ട് പ്രാർത്ഥിച്ചു. ഭഗവാൻ ഞങ്ങളെ പരിണയിക്കുകയാണ് ചെയ്തത്, വിവാഹം കഴിച്ചു കൊണ്ടുപോയി. നവയം സാധ്വി സാമ്രാജ്യം സ്വരാജ്യം ഭൗജ്യമപ്യുത വൈരാജ്യം പാരമേഷ്ട്യം ച ആനന്ദ്യം വാ ഹരേഃ പദം കാമയാമഹ ഏതസ്യ ശ്രീമത്പാദരജശ്രിയഃ കുചകുങ്കുമഗന്ധാഢ്യം മൂർധ്നാ വോഢും ഗദാവൃതഃ. നവയം സാധ്വി സാമ്രാജ്യം സ്വരാജ്യം ഭൗജ്യമപ്യുത വൈരാജ്യം പാരമേഷ്ട്യം ച ആനന്ദ്യം വാ ഹരേഃ പദം കാമയാമഹ ഏതസ്യ ശ്രീമത്പാദരജശ്രിയഃ കുചകുങ്കുമഗന്ധാഢ്യം മൂർധ്നാ വോഢും ഗദാവൃതഃ. ആ പത്നിമാര് 16,000 പേരും ഒന്നിച്ചു പറയണം, ഞങ്ങൾക്ക് ഒന്നിലും താല്പര്യമില്ല, കൊതിയില്ല, ഈ ഭഗവാന്റെ പാദധൂളിയെ സേവിക്കുക എന്ന് മാത്രമല്ലാതെ. അതാണ് വിസ്തരിച്ച് പറയുന്നത്. ഹേ സാധ്വി, അല്ലയോ പതിവ്രതയായ പാഞ്ചാലി, സാധ്വി, വയം, ഈ ഞങ്ങള്, സാമ്രാജ്യം, സാമ്രാജ്യ പദവി, ചക്രവർത്തി പദവി, ചക്രവർത്തിമാരുടെ ഭാര്യാപദവി, ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വരാജ്യം, സ്വർഗരാജ്യം, ഇന്ദ്രപദവി, അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഭൗജ്യം, ഇത് രണ്ടും കൂടിയതായിട്ടുള്ള സാമ്രാജ്യ സ്വരാജ്യങ്ങളൊക്കെ കൂടിയതായിട്ടുള്ള അവസ്ഥയെയും വേണ്ട. വൈരാജ്യം, വൈരാജ്യം വിരാജൻ, ബ്രഹ്മദേവൻ, അപ്പൊ ബ്രഹ്മദേവന്റെ പദവിയും വേണ്ട. അല്ല, സോറി, വൈരാജ്യം ഇവിടെ വിരാട് പുരുഷന്റെ സ്ഥാനം, വിരാട് പുരുഷന്റെ സ്ഥാനവും. പാരമേഷ്ട്യം, ഇവിടെ പാരമേഷ്ട്യമാണ് ബ്രഹ്മപദവി, ബ്രഹ്മാവിന്റെ പരമേഷ്ടി എന്ന് ബ്രഹ്മാവിന്റെ പദവി. അപ്പൊ ബ്രഹ്മപദത്തെയും. ആനന്ദ്യം, ഹരേഹേ പദം ന കാമയാമഹേ, ആനന്ദ്യം, അന്തമില്ലാത്തത്, നാശമില്ലാത്തത്. എന്താണത്? ഹരിയുടെ പദം, വൈകുണ്ഠം, നാശരഹിതമായ വൈകുണ്ഠവും ന കാമയാമഹേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അല്ലേ?
നാഹം വന്ദേ തവ ചരണയോർദ്വന്ദ്വമദ്വന്ദ്വഹേതോ കുംഭീപാകം ഗുരുമഭിഹരേ നാരകം നാപനേതും രമ്യാ രാമാ മൃദുതനുലതാനന്ദനേനാപിരന്തും ഭാവേ ഭാവേ ഹൃദയഭവനേ ഭാവയേയം ഭവന്തം. കുലശേഖരാഴ്വാർ പാടിയതും ഇതുതന്നെയാണ്. അദ്വന്ദ്വഹേതോഹോ ന അഹം തവ പാദങ്ങളെ വന്ദിക്കുന്നില്ല. ആ മോക്ഷത്തിന് വേണ്ടിയിട്ടോ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയോ ദേവസ്ത്രീകളോടുകൂടി രമിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഭൂമിയിലെ ധർമാർത്ഥ കാമങ്ങളെ പ്രാപിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ അങ്ങയെ ഭജിക്കുന്നില്ല. നാസ്താ ധർമ്മേ നവസുനിചയേനൈവ കാമോപഭോഗേ യദ്യദ്ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മ ജന്മാന്തരേഭി ത്വത്പാദാംബോരുഹയുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു. അപ്പം കുലശേഖരാഴ്വാർക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഡാറ്റ സോഴ്സ് എവിടുന്നാ കിട്ടിയത്? ഇതൊക്കെ തന്നെ ഭാഗവതം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും മൂപ്പര്. ഭാഗവതം പഠിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള നല്ല ആശയങ്ങളൊക്കെ വന്നത്. അപ്പൊ ഇവരും അതാ പറയണത്, ഞങ്ങൾക്ക് സാമ്രാജ്യം വേണ്ട, സ്വരാജ്യം വേണ്ട, ഭൗജ്യം വേണ്ട, വൈരാജ്യം, പാരമേഷ്ട്യം, ആനന്ദ്യം ഹരേ പദം ന കാമയാമഹേ, ഞങ്ങൾ കാമിക്കുന്നില്ല. ഗദാഭൃത ഏതസ്യ ശ്രിയഃ കുജകുങ്കുമഗന്ധാഢ്യം ശ്രീമത്പാദരജഃ മൂർധനാ വോടും കാമയാമഹേ. വയം കാമയാമഹേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത്? മൂർധനാ വോടും, ശിരസ്സുകൊണ്ട് വഹിക്കുവാൻ. എന്താ വഹിക്കേണ്ടത്? ഭഗവാന്റെ ശ്രീമത് പാദരജഃ, ഭഗവാന്റെ ശ്രീമത്തായ പാദധൂളികളെ ശിരസ്സുകൊണ്ട് വഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഭഗവാന്റെ പാദധൂളി എങ്ങനെയുള്ളത്? ഗദാഭൃത ഏതസ്യ, ഗദാഭൃത്തായ ഭഗവാന്റെ ശ്രിയഃ കുജകുങ്കുമ ഗന്ധാഢ്യം, ശ്രീദേവിയുടെ ലക്ഷ്മി ദേവിയുടെ കുജകുങ്കുമങ്ങൾ അതിന്റെ ഗന്ധം കൊണ്ട് അലങ്കൃതം. അപ്പൊ ദേവി ഭഗവാന്റെ പാദങ്ങളെ തന്റെ കുജങ്ങളിൽ വെച്ച് എന്താ പറയുക, തലോടി കൊടുക്കുന്നു, തന്റെ കുജങ്ങളെ മർദ്ദിക്കുന്നു ഭഗവാന്റെ പാദങ്ങളെ കൊണ്ട്. അപ്പൊ അങ്ങനെ ദേവിയുടെ കുജത്തിലെ കുങ്കുമങ്ങൾ അതിന്റെ ഗന്ധം ഭഗവാന്റെ പാദങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ ലക്ഷ്മീ ദേവി പോലും ഏതൊരു ഭഗവാന്റെ പാദത്തെ തന്റെ കുജത്തിൽ വെച്ച് സേവിക്കുന്നുവോ ആ ഭഗവാന്റെ പാദധൂളി ലക്ഷ്മീ ദേവിയുടെ കുജകുങ്കുമ ഗന്ധം ചേർന്നതാണ്. ആ പാദധൂളി ശിരസാ വഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുവാനായിക്കൊണ്ട്, ഭഗവാന്റെ കാൽ കീഴിൽ കിടക്കുവാനായിക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വേറെ ഞങ്ങൾക്ക് മുകളിൽ പറഞ്ഞതായിട്ടുള്ള ഒന്നിലും കൊതിയില്ല. സാമ്രാജ്യം, സ്വരാജ്യം, ഭൗജ്യം, വൈരാജ്യം, പാരമേഷ്ട്യം, ആനന്ദ്യം വാ ഹരേ പദം ന കാമയാമഹേ. അപ്പൊ ഭഗവാന്റെ പാദധൂളി ശിരസാ ധരിക്കാനാണ് ആഗ്രഹം. ഇങ്ങനെ ആ ഭഗവാന്റെ പത്നിമാരെല്ലാവരും ഭഗവാന്റെ മാഹാത്മ്യം പൂർണ്ണ സന്തോഷത്തോടെ അവതരിപ്പിച്ചു. ആരും അസ്വസ്ഥരല്ല, അല്ലേ? ഭഗവാന്റെ ഒരു ഭാര്യമാരും ഒരു തരത്തിലുള്ള ഫ്രസ്ട്രേഷനും ഉള്ളവരല്ല, ഒരു തരത്തിലുള്ള റിഗ്രറ്റ് ഉള്ളവരുമല്ല. മാത്രമല്ല അവരുടെ ചോയ്സിൽ അവര് സന്തോഷിക്കുന്നു. ഞങ്ങളൊക്കെ ഭഗവാനെ ആണല്ലോ തിരഞ്ഞെടുത്തത്, അതുകൊണ്ട് ഞങ്ങളൊക്കെ പൂർണ്ണ കാമന്മാരായി, പൂർണ്ണകാമികളായി തീർന്നു, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിരിക്കുന്നു എന്നുള്ള ധന്യതയാണ് അവരിൽ കാണുന്നത്. ഈ ധന്യത എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ എപ്പോഴാണ് ഉണ്ടാവുക? എല്ലാവരും ഹൃദയത്തിൽ ഭഗവാനെ ചേർത്ത് വയ്ക്കുക, ഭഗവാനോടുള്ള പൂർണ്ണമായിട്ടുള്ള സമർപ്പണം ഉണ്ടാവുക. അപ്പം എല്ലാവർക്കും ഈ ധന്യത ഉണ്ടാവും. വ്രജസ്ത്രിയോ യദ്വാഞ്ചന്തി പുളിന്ദ്യസ്തൃണവീരുദഃ ഗാവശ്ചാരയതോ ഗോപാഃ പാദസ്പർശം മഹാത്മനഃ. വ്രജസ്ത്രിയോ യദ്വാഞ്ചന്തി പുളിന്ദ്യസ്തൃണവീരുദഃ ഗാവശ്ചാരയതോ ഗോപാഃ പാദസ്പർശം മഹാത്മനഃ.
ഈ ഭഗവാന്റെ പാദസ്പർശം, ഭഗവാന്റെ പാദധൂളികൾ ഇനി ആരൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഇവിടെ ഈ ദേവിമാര് പറയണം. ഗാവഃ ചാരയതഃ മഹാത്മനഃ യത്പാദസ്പർശം ഗോപാഃ തൃണവീരുതഃ പുളിന്ദ്യഃ വ്രജസ്ത്രിയഃ വാഞ്ചന്തി. ഭഗവാന്റെ പാദധൂളികൾ വളരെ ദുർലഭമാണല്ലോ എന്നാണെങ്കിൽ അല്ല. ഭഗവാന്റെ പാദധൂളികളെ എളുപ്പത്തിൽ കിട്ടുന്നതാ. എന്താ മാർഗം? ഭക്തിമാർഗം കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ആ ഭക്തി കൊണ്ട് ഈ പറഞ്ഞവരൊക്കെ സാധിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ഗാവഃ ചാരയതഃ മഹാത്മനഃ യത്പാദസ്പർശം. പശുക്കളെ കൊണ്ടു നടക്കുന്നവനായ, മേച്ചു നടക്കുന്നവനായ ഭഗവാന്റെ പാദസ്പർശം ഗോപാഹ, ഗോപന്മാരനുഭവിച്ചു. തൃണവീരുതഃ, വൃന്ദാവനത്തിലെ പുല്ലുകളും വൃക്ഷങ്ങളുമൊക്കെ, ചെടികളൊക്കെ അനുഭവിച്ചു. സ്ഥാവരങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി. പുളിന്ദ്യഃ, ആ വൃന്ദാവനത്തിലെ കാട്ടിലെ കാട്ടാള സ്ത്രീകൾ പലരും ഭഗവാന്റെ ആ സ്പർശമേറ്റു, പാദസ്പർശമേറ്റവരാണ്. അല്ലെങ്കിൽ ഭഗവാൻ പാദസ്പർശം ചെയ്ത വഴികളിൽ അവർ കിടന്ന് ഉരുണ്ടിട്ടുണ്ടാവും ആ കാട്ടാള സ്ത്രീകളൊക്കെ. വ്രജസ്ത്രീയഃ, ഗോപികമാര്, ഭഗവാന്റെ വെറും പാല് കറന്ന് പശുക്കളെ മേച്ച് നടക്കുന്ന ഗോപസ്ത്രീകൾക്ക് പോലും ഭഗവാന്റെ പാദധൂളി ധരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വാഞ്ചന്തി, അവരും ആഗ്രഹിക്കുന്ന ഇത് തന്നെയാണ്. അവരെല്ലാം കൊതിക്കുന്നത് ഭഗവാന്റെ പാദസ്പർശമാണ്. അവർക്കൊക്കെ സാധിച്ചിട്ടുമുണ്ട്. അപ്പോ എങ്ങനെ സാധിക്കാം? ഭക്തി കൊണ്ട് സാധിക്കാം. അപ്പോ തന്നെ ഭജിക്കുന്നവരെ ഭഗവാൻ ഉപേക്ഷിക്കുകയില്ല. നമേ ഭക്തഃ പ്രണശ്യതി, എന്റെ ഭക്തന് നാശമില്ല. എന്നെ ഏകാന്ത ഭക്തിയോടെ ഭജിക്കുന്നവർക്ക് എല്ലാം നൽകുന്നു ഞാൻ. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ പാദസ്പർശം, പാദധൂളി സുലഭമായിട്ടുള്ളത് തന്നെയാണ് ഭക്തി കൊണ്ട്. ഭക്തിയുള്ളവർക്ക് സുലഭമാണ്. അതുകൊണ്ട് വളരെ ദുർലഭമാണ് എന്നൊന്നും വിചാരിക്കേണ്ട ആരും. എല്ലാവരും ഭജിച്ചോളൂട്ടോ. പാഞ്ചാലി, നീയും വിടണ്ടാട്ടോ. നീയും ഭഗവാനെ മുറുക്കെ പിടിച്ചോ. നിന്റെ ഭർത്താക്കന്മാരൊന്നും എപ്പോഴും ഉണ്ടാവില്ല കൂടെ. അവർക്ക് നിന്നെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനൊന്നും സാധിച്ചില്ല എന്ന് വരും. അപ്പോഴും ഈ ഭഗവാനെ പിടിച്ചോട്ടോ എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു സാരം, ഒരു സൂചന. ഇത് പാഞ്ചാലി ശരിക്കും മനസ്സിലാക്കി. പിന്നീടാണ് പാഞ്ചാലിക്ക് ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി, ബഹുമാനമൊക്കെ വർദ്ധിച്ചു വന്നത്. അതിനുശേഷം എന്ത് ആപത്ത് വന്നാലും ഭഗവാനെ സ്മരിക്കും, ഭഗവാനെ വിളിക്കും. ഭഗവാൻ ഒരു സഹോദരനെ പോലെ വന്ന് രക്ഷിക്കും. അപ്പോ വ്രജസ്ത്രിയോ യദ്വാഞ്ചന്തി പുളിന്ദ്യസ്തൃണവീരുതഃ ഗാവശ്ചാരയതോ ഗോപാഃ പാദസ്പർശം മഹാത്മനഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രീകൃഷ്ണപത്നീനാം സ്വസ്വ ഉദ്വാഹ വർണ്ണനം നാമ 83-തമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പോൾ ഇനി ഒരധ്യായത്തിൽ ഋഷിമുനിമാര് അവിടെ വന്നു ചേർന്നവരെല്ലാം ഭഗവാനുമായി സമാഗമിക്കുന്ന സത്സംഗം. സത്സംഗത്തിൻ്റെ മഹിമ ഭഗവാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട്
വസുദേവർ ഒരു യാഗം ചെയ്യുന്നുണ്ട് സമന്ത പഞ്ചകത്തിൽ. ഭഗവാൻ തന്നെ അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ സമന്ത പഞ്ചക ഉപാഖ്യാനം അടുത്ത അധ്യായം കൂടി ഉണ്ട്, നമുക്ക് കാണാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.